ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കർണൻ സൂര്യപുത്രൻ എഴുതുന്ന പുതിയ കഥ പ്രണയാമൃതം. ബാർബർ ഷോപ്പ് കൂടി അടച്ചതോടെ ആ കവലയിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ മങ്ങിയ വെളിച്ചം മാത്രമായി. റേഷൻ കടയുടെ വരാന്തയിൽ കിടക്കുന്ന 2 പട്ടികളൊഴികെ അവിടെ വേറെ ആരുമില്ലെന്ന തിരിച്ചറിവിൽ അമൃതയ്ക്ക് ചെറിയൊരു പേടി തോന്നി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. അവൾ ബസ് സ്റ്റോപ്പിന്റെ മൂലയിലേക്ക് ഒതുങ്ങി നിന്നു. ധരിച്ചിരുന്ന സാരി ഏകദേശം മുഴുവനായി നനഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് പുറപ്പെട്ട് വിഡിത്തമായി എന്നവളുടെ മനസ്സ് പറഞ്ഞു. ഇനി ഈ നേരത്ത് വാഹനങ്ങളൊന്നും കിട്ടില്ല. പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ പോയി വരുന്ന ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ ഭാഗ്യം. തിരിച്ചു പോയാലോ എന്ന ആലോചനയ്ക്കിടെയാണ് ഒരു ഓട്ടോറിക്ഷ അവളെ കടന്നുപോയത്. കുറച്ച് മുമ്പിലായി നിന്ന ശേഷം തിരിച്ചു വന്നു. അമൃത പെട്ടെന്ന് അതിൽ കയറി. ചേട്ടാ, പോലീസ് സ്റ്റേഷൻ. ഇരുന്നയുടൻ അവൾ പറഞ്ഞു. അയാൾ ഓട്ടോ മുൻപോട്ടെടുത്തു. എന്താ ഈ നേരത്ത് പോലീസ് സ്റ്റേഷനിൽ? അയാളുടെ ചോദ്യം കേട്ടപ്പോൾ അമൃതയുടെ ശരീരം വിറച്ചു. ഈ ശബ്ദം, ഈശ്വര, കിരിയേട്ടൻ. അവൾ അറിയാതെ ചുണ്ടുകൾ മന്ത്രിച്ചു. പേര് മറന്നില്ലല്ലേ? സന്തോഷം. ആ വാക്കുകളിലെ പരിഹാസം അമൃത തിരിച്ചറിഞ്ഞു. എന്തിനാ ഇപ്പൊ സ്റ്റേഷനിൽ പോകുന്നത്? അർജുൻ. അവൾ തലകുനിച്ചു. ഓ, മനസ്സിലായി. കുറച്ചൊക്കെ ഞാനും കേട്ടിരുന്നു. ഇവിടം വരെ എത്തിയല്ലേ? തള്ളി കാലൊടിച്ചിട്ട് ചോറ് കൊടുക്കണം അവനൊക്കെ. ഒരു നിമിഷം അവൻ പഴയ ഗിരിയായതുപോലെ അമൃതയ്ക്ക് തോന്നി. എല്ലാം തോന്നലുകൾ. ഗിരി ഒരു തോർത്ത് പുറകിലേക്ക് നീട്ടി. തല കൊടുക്ക്. അമൃത മടിക്കാതെ വാങ്ങി തലയും മുഖവും തുടച്ചു. അവനെന്തോ ഒപ്പിച്ച്? അറിയില്ല, സ്റ്റേഷനിലേക്ക് വരാൻ മാത്രം പറഞ്ഞ്. നിന്റെ അച്ഛനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവനെ കൊന്നേനെ. അച്ഛനില്ലല്ലോ ഗിരിയേട്ട, അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം ആയത്. അവൾ ചിരിച്ചു. ഗിരിയൊന്നും മിണ്ടിയില്ല. ഗിരിയേട്ടൻ ഗൾഫിൽ നിന്ന് എപ്പോഴാണ് വന്നേ? കഴിഞ്ഞ ആഴ്ച. കുറേ ലീവുണ്ടോ? കുടുംബം പോറ്റാൻ വേണ്ടി പ്രവാസിയായി ഒരുത്തനല്ല ഞാൻ. എനിക്കതിന് കുടുംബമില്ലല്ലോ. പിന്നെ 5 വർഷം മാറിയെന്ന് എല്ലാം മറക്കാനാ. പക്ഷെ അതിന് കഴിയില്ലെന്ന് മനസ്സിലായതോടെ തിരിച്ചു വന്നു. ഇനി എങ്ങോട്ടുമില്ല. കുറച്ച് നല്ല ഓർമ്മകളുണ്ട്, അത് മാത്രം മതി. തന്റെ മിഴികളിലെ നനവ് ഇരുട്ടിൽ അവൻ കാണില്ലെന്ന വിശ്വാസം അമൃതക്കുണ്ടായിരുന്നു. സുജാത ടീച്ചർ? അവൾ പാതി വഴിയിൽ നിർത്തി. ഉണ്ട്, ആ വീട്ടിൽ തന്നെ. താല്പര്യക്കുറവ് മനസ്സിലായതോടെ അമൃത കൂടുതലൊന്നും ചോദിച്ചില്ല. അരമണിക്കൂറോളം നീണ്ട യാത്രക്കൊടുവിൽ ഓട്ടോറിക്ഷ പോലീസ് സ്റ്റേഷന്റെ മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു. എത്രയായി ഗിരിയേട്ടാ? അവൾ ബാഗ് തുറന്നു. നീ രാത്രിയോടെ കിടക്കുവോ? അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി. അല്ല, കാശെന്ന് പറഞ്ഞു വിട്ട് എങ്ങനെ തിരിച്ചു പോകും? പോലീസുകാർ വീട്ടിൽ കൊണ്ടുവിട്ടൊന്നുമില്ല. അത് കുഴപ്പമില്ല, ഗിരിയേട്ടൻ പോയിക്കോ, വെറുതെ വൈകണ്ട. എന്നെ കാത്തിരിക്കാനൊന്നും ആരുമില്ല, ഇവിടെ ഉണ്ടാവും. നിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വാ. കൂടുതൽ വാദിക്കാൻ നിൽക്കാതെ അമൃത പുറത്തിറങ്ങി നേരെ സ്റ്റേഷന്റെ അകത്തേക്ക് ചെന്നു. സ്റ്റേഷന്റെ മൂലയിലെ ബെഞ്ചിൽ അനിയൻ അർജുനും അവന്റെ 2 കൂട്ടുകാരും ഇരിക്കുന്നവൾ കണ്ടു. ഒരു പോലീസുകാരനോട് കാര്യം പറഞ്ഞപ്പോൾ അയാൾ അവൾ SIയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. കൂടെ ഒരു വനിതാ കോൺസ്റ്റബിളും ചെന്നു. സാറ്, ഇതാ പയ്യന്റെ ചേച്ചിയാ. പോലീസുകാരൻ പറയുന്നിട്ട് SI രഞ്ജിത്ത് തലയുയർത്തി നോക്കി. പിന്നെ അമൃത ഇവിടെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. എന്താ തന്റെ പേര്? അമൃത. എന്ത് ചെയ്യുന്നു? ഇവിടെ ഗീത മെമ്മോറിയൽ ഹോസ്പിറ്റൽ നേഴ്സാണ്. താനെന്തിനാണോ ഈ രാത്രി വന്നത്? വീട്ടിലെ ആണുങ്ങളാരുമില്ലേ? ഇല്ല സർ, അച്ഛൻ മരിച്ചു. ഏട്ടൻ ഫാമിലിയായിട്ട് വിദേശത്താണ്. വീട്ടിൽ ഞാനും രോഗിയായിട്ടുള്ള അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. രഞ്ജിത്ത് ഒന്ന് മൂളി. എന്തിനാ സർ അവനെ? തന്റെ അനിയനും കൂട്ടുകാരും ചേർന്ന് ബസ് സ്റ്റാൻഡിൽ അടിയുണ്ടാക്കി. ഇവരുടെ കൂടെ വേറൊരുത്തരുണ്ടായിരുന്നു. അവൻ ഞങ്ങളുടെ നോട്ടപ്പുള്ളിയാ. പണ്ടൊരു കഞ്ചാവ് കേസിൽ ഞാൻ പൊക്കി അകത്തിട്ടതാ. ഇപ്പൊ വീണ്ടും ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാ അവന്റെ ലക്ഷ്യം. അവൻ ഇന്ന് ഒരുത്തന്നെ തലയടിച്ച് പൊട്ടിച്ചു. ബസ് ജീവനക്കാരും സ്റ്റാൻഡിലെ ചുമട്ട് തൊഴിലാളികൾ വളഞ്ഞപ്പോഴേക്കും അവൻ ഓടി. അവന് കൂടെ ഉണ്ടായിരുന്ന ഇവരെ തടഞ്ഞു വെച്ച് ഞങ്ങൾ വിവരം അറിയിക്കായിരുന്നു. അമൃത നിർവികാരതയോടെ കേട്ടിരിക്കുകയാണ്. ഇവന്മാരുടെ കയ്യിൽ നിന്ന് സാധനമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ചോദ്യം ചെയ്യുമ്പോൾ ചെക്കൻ തർക്കുത്തരം പറയുന്നു. കൈ വീശൊരെണ്ണം കൊടുത്താൽ വകുപ്പ് മാറും. അതുകൊണ്ടാണ് വീട്ടുകാരെ വിളിപ്പിക്കാന്ന് വെച്ച്. ഒരെണ്ണം കൊടുത്തുകൂടായിരുന്നു സാറിന്? അമൃതയുടെ ചോദ്യം പെട്ടെന്നായിരുന്നു. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, +2 പഠിക്കുന്നത്. അത്യാവശ്യം പക്വത വരാനുള്ള പ്രായമൊക്കെ ആയി. ഇത്രയും ലേറ്റ് ആയിട്ട് അവൻ വീട്ടിലെത്തായിരുന്നിട്ടും നിങ്ങൾ ആരെയും വിളിച്ച് അന്വേഷിച്ചില്ലേ? കൂട്ടുകാരൻ്റെ പിറന്നാൾ ആഘോഷമാണ്. ഇന്ന് രാത്രി അവൻ്റെ വീട്ടിൽ താമസിക്കുന്ന അമ്മയോട് പറഞ്ഞിട്ട് ഇറങ്ങിയതാ സർ. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ക്ലാസ് ഇല്ലല്ലോ. ഞങ്ങൾക്ക് സംശയമൊന്നും തോന്നിയില്ല. സി അമൃത, നമ്മുടെ നാട് വളരെ മോശമായുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എങ്ങും കഞ്ചാവും മയക്കുമരുന്ന് ഒഴുകുക. കൂടുതലും ഉപയോഗിക്കുന്ന ചെറിയ പിള്ളേരാ. പോലീസിനും എക്സൈസിനൊക്കെ ഇത് തടയുന്നതിന് പരിധികളുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അർജുൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് കൂട്ടുകെട്ടുകൾ മോശമാണ്. തന്റെ ഫാമിലി സിറ്റുവേഷൻ എനിക്ക് ഊഹിക്കാം. അവന്റെ കൂടെയുള്ള 2 എണ്ണം അത്യാവശ്യം നല്ല കുടുംബത്തിലുള്ളവരാ. അവർക്ക് വേണ്ടി മുകളിൽ നിന്ന് എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ബാക്കിയുള്ളവർ നൈസായിട്ട് രക്ഷപ്പെടും. അർജുനെ പോലുള്ളവരാ കുടുങ്ങുക. തന്റെ മുന്നിൽ ഇരിക്കുന്ന പെൺകുട്ടിയോട് രഞ്ജിത്തിന് സഹതാപം തോന്നി. ലിസി, ആ പയ്യൻ ഇങ്ങോട്ട് വിളിക്കുക. വനിതാ കോൺസ്റ്റബിൾ പുറത്തേക്ക് ഇറങ്ങി. 2 മിനിറ്റിനുള്ളിൽ അർജുൻ അവിടേക്ക് എത്തി. ഡോ, നിന്റെ ചേച്ചി ഓർത്ത് മാത്രം ഇപ്പൊ വെറുതെ വിടുക. മേലാൽ നിന്നെ അവന്റെ കൂടെ എങ്ങാനും കണ്ടാ പോലീസുകാരുടെ തനി സ്വഭാവം നീ മനസ്സിലാവും. കേളാ, ഞാനതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ, അതുകൊണ്ട് പേടിയില്ല. അർജുൻ യാതൊരു കൂസലില്ലാതെ പറഞ്ഞു.
രഞ്ജിത്ത് ചാടിണീറ്റു. പ്രായം നോക്കില്ല, ഞാൻ അടിച്ചു പല്ലൊഴിക്കും. ഡോറിൽ തട്ടി കേട്ടപ്പോൾ രഞ്ജിത്ത് അങ്ങോട്ട് നോക്കി. അല്ല, ആരിത് ഗിരിയോ? അയാളുടെ മുഖത്തെ ദേഷ്യം മാറി പകരം അവിടെ ഒരു ചെറുചിരി വിരിഞ്ഞു. താനെന്താടോ ഇവിടെ? അത് ഇവരെന്റെ നാട്ടുകാരാ സാർ. ഗിരി വിനയത്തോടെ മുന്നോട്ട് നീങ്ങി നിന്നു. ഇവരുടെ അച്ഛനും ഞാനും പണ്ട് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ആ, ഈ കുട്ടി പറഞ്ഞ അച്ഛൻ മരിച്ചുപോയെന്ന്. അച്ഛനില്ലാത്തതിന്റെ കുറവിന് നന്നായിട്ടുണ്ട്. ദേ ഗിരി, ഇപ്പൊ ഞാൻ വെറുതെ വിടുക, കൂട്ടിയിട്ട് വെക്കോ. ഇവിടെ നിന്നാ ഞാൻ ചിലപ്പോൾ ഇവനെ തല്ലും. ഒരു കേസ് ഉണ്ടാക്കി അകത്തിട്ടാ അതോട് തീരുവന്റെ പഠിപ്പും ഭാവിയല്ല. ഈ പെങ്കൊച്ചിനെ ഓർത്തിട്ടാ അത് ചെയ്യാത്ത. പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ശരി സാർ. രഞ്ജിത്ത് അമൃതയുടെ നേരെ തിരിഞ്ഞു. അനിയനെ കൊണ്ടുപോയിക്കോ. അവൾ കൈകൂപ്പി പിന്നെ വെളിയിലേക്ക് നടന്നു. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന മട്ടിൽ അർജുൻ അവൾ അനുഗമിച്ചു. പോട്ടെ സാർ. ഹാ, നിൽക്കണോ? താൻ ദുബായിലായിരുന്നു അല്ലേ? എപ്പോഴാ നാട്ടിലെത്തിയത്? ഒരാഴ്ച കഴിഞ്ഞ്. ഇപ്പൊ എഴുത്തൊന്നുമില്ലേ? ഏയ്, അതൊക്കെ വിട്ടു. സാറിന്റെ പുതിയ നാടകം യൂട്യൂബിൽ കണ്ടിരുന്നു, നന്നായിട്ടുണ്ട്. പോലീസ് അസോസിയേഷന്റെ വാർഷികത്തിന് തട്ടിക്കൂട്ടിയതാണോ അനിയനാ യൂട്യൂബിൽ ഇട്ടത്? ഇപ്പൊ നാടകമൊന്നും ആർക്കും വേണ്ടല്ലോ. താൻ എഴുത്ത് നിർത്തരുത്, നല്ലൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കുക. നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം. എഴുതാനുള്ള കഴിവൊന്നും എല്ലാവർക്കും കിട്ടില്ലല്ലോ. ദൈവം നന്ന വലിച്ചെറിയത്ത്. ശ്രമിക്കാം സാർ. തന്റെ നമ്പർ പറ. ഗിരി മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തു. രഞ്ജിത്ത് തന്റെ ഫോണിൽ സേവ് ചെയ്തു. എന്നാ താൻ വിട്ടോ, നേരെ ഒരുപാടായില്ലേ, ഞാൻ വിളിച്ചോളാം. ഗിരി തലയാട്ടി പിന്നെ പുറത്തേക്ക് നടന്നു. ആരാ സാറേ അത്? ലിസി ചോദിച്ചു. അതാണ് ഗിരി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി പരിചയപ്പെട്ടോ. നന്നായിട്ട് എഴുതുമായിരുന്നു. അവന്റെ കഥ നാടകമാക്കി ഞങ്ങൾ കുറെ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയിൽ വരെ കയറാനുള്ള കഴിവൊക്കെ ഉള്ളവനാ. പക്ഷെ ഇടയ്ക്ക് വെച്ച ആളെല്ലാം നിർത്തി. രഞ്ജിത്ത് ചെയറിലേക്ക് ചാരിയിരുന്നു. ഇവന്റെ പല കഥകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലൊക്കെയുള്ള നായികക്ക് ഈ പെൺകുട്ടിയുടെ നല്ല സാമ്യമുള്ള പോലെ. നീണ്ട മുടി, ഭംഗിയുള്ള വലിയ കണ്ണുകൾ, ഒറ്റക്കവിളിലെ നുണക്കുഴി, ചുണ്ടിന് വലതുവശത്തെ കാക്കാപ്പുള്ളി. ആ കഥകൾ വായിക്കുമ്പോൾ നമ്മൾ ഭാവനയിൽ കാണുന്ന പെൺകുട്ടി തന്നെയാണിതെന്ന് എനിക്ക് തോന്നിപ്പോയി. ചിലപ്പോൾ ശരിയായിരിക്കും സാറേ. അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവറായ ഒരാൾ സ്റ്റേഷനിലെത്തിയവരെന്ന് അവൾക്ക് വേണ്ടി സാറിനെ കാണൂ. ആ, എന്തെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ അവനോട് ചോദിക്കാം. രഞ്ജിത്ത് എഴുന്നേറ്റു. പിന്നെ ക്യാപ്പ് തലയിൽ വെച്ച് പുറത്തിറങ്ങി ജീപ്പിന് നേരെ നടന്നു. തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിൽ ആരും ഒന്നും സംസാരിച്ചില്ല. അർജുൻ മൊബൈലിൽ എന്തോ ഗെയിം കളിക്കുകയാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് വിജനമായ നാട്ടുപാതയിലേക്ക് ഓട്ടോ പ്രവേശിച്ചു. പാടത്തിന്റെ നടുവിലൂടെ സഞ്ചരിക്കുമ്പോൾ അമൃത പുറത്തേക്ക് നോക്കി. അങ്ങ് ദൂരെ ക്ഷേത്രത്തിലെ പ്രകാശം കാണാം. അതിനടുത്ത് അരയാലിന്റെ നിഴൽ രൂപം. അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന രാത്രികളിൽ ഈ വയലിൽ വെച്ചാണ് കലാപരിപാടികൾ ഉണ്ടാവാറ്. അതിന്റെ ഇടതുവശത്ത് ഉത്സവചന്ത, വാദ്യമേളങ്ങളുടെയും ഇടയ്ക്കിട മൈക്കിലൂടെ മുഴങ്ങുന്ന അനൗൺസ്മെന്റിന്റെയും ശബ്ദം. എഴുന്നള്ളത്തിന് ശേഷം അമ്പലത്തിന്റെ പുറകിലേക്ക് വിശ്രമിക്കാൻ പോകുന്ന ആന കുട്ടിശങ്കരൻ. ചന്തയിൽ നിന്നും വാങ്ങിയ കുപ്പിവളകളും മാലയും അണിഞ്ഞ് ബഹളങ്ങൾക്കിടയിലൂടെ അച്ഛന്റെ കൈയും പിടിച്ച് നടക്കുന്ന താൻ. അവളൊന്ന് കണ്ണുകൾ ഇറുക്കി അടച്ച് തുറന്നു. ഒന്നുമില്ല. ഭൂതകാലത്തിനപ്പുറം ഈ രാവ് പോലെ ഇരുട്ട് നിറഞ്ഞ ജീവിതം മാത്രം ബാക്കി. അവളൊന്ന് ഇടിയുർപ്പെട്ടു. ഓട്ടോ വീണ് മുമ്പിൽ നിന്നയുടനെ അർജുൻ ഇറങ്ങി അകത്തേക്ക് പോയി. എത്രയായി ഗിരിയേട്ടാ? അമൃത ബാഗ് തുറന്ന് പൈസ എടുത്തു. ഔദാര്യം കുമാരേട്ടന്റെ മകൾ സ്വീകരിക്കില്ലെന്നറിയാം. 200 രൂപ നീക്ക്. അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പൈസ അവന് നൽകി. ചായ കുടിച്ചിട്ട് പോവാം. ഏയ് വേണ്ട. ഓട്ടോക്കാരന്റെ സ്ഥാനം എന്താ? ഇവിടെ വരെയാ. അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. ഗിരിയേട്ടാ പ്ലീസ്. അമൃത കെഞ്ചി. എല്ലാം കഴിഞ്ഞതല്ലേ ഒരിക്കല്, ഇനിയും കുത്തി നോവിക്കരുത്. താങ്ങാനാവുന്നതിൽ കൂടുതൽ ഇപ്പൊ തന്നെയുണ്ട്. അതേടി, അന്നും ഇന്നും നിനക്ക് നിന്റെ പ്രശ്നങ്ങള്, നിന്റെ കുടുംബം, നിന്റെ സങ്കടങ്ങള്. മറ്റുള്ളവർക്ക് ഇതൊന്നും ഇല്ലല്ലോ. പേടിക്കണ്ട. പഴയത് ഓർപ്പിക്കാൻ വന്നല്ല ഞാൻ. ആ പ്രായമൊക്കെ കഴിഞ്ഞു. ഗിരി ഒരു പേപ്പറിൽ ഫോൺ നമ്പർ എഴുതി അവൾക്ക് നീട്ടി. എന്റെ നമ്പരാ, എങ്ങോട്ടെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കണം. അതിപ്പോ ഏത് നേരത്തായാലും പ്രശ്നമില്ല. അഥവാ ഞാൻ നാട്ടിലില്ലെങ്കിൽ വേറെ ഓട്ടോ ഏർപ്പാടാക്കി തരും. അവളത് വാങ്ങി. ഓട്ടോ ദൂരേക്ക് മറഞ്ഞ ശേഷം അവൾ വീടിനുള്ളിലേക്ക് കയറി. ഹാളിലെ സോഫയിൽ അമ്മ സുമതി കിടന്നുകൊണ്ട് TV കാണുന്നുണ്ട്. തൊട്ടരികിലെ കസേരയിലിരുന്ന് അർജുൻ ചോറും കറികളും ആർത്തിയോടെ കഴിക്കുന്നു. അത് കണ്ടപ്പോൾ അമൃതയ്ക്ക് വിറഞ്ഞു കയറി. നന്നായി വെട്ടിവിഴുങ്ങണ, ആരോഗ്യം വരട്ടെ, എന്നാലേ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റൂ. വാതിലടച്ച ശേഷം അവൾ അലറി. ഞാൻ നിന്നോടൊക്കെ എന്ത് ദ്രോഹമാണ് ചെയ്ത്? രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്ത് ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് ഇവിടെത്തി. പിന്നെ നിനക്ക് വേണ്ടി പോലീസ് സ്റ്റേഷൻ കയറാനുള്ള യോഗം ഉണ്ടാക്കിയില്ലേ? കൂടപ്പിറപ്പിനുള്ള സ്നേഹം ഇങ്ങനെ തന്നെ കാണിക്കണം. ചേച്ചിയോട് ഞാൻ പറഞ്ഞു സ്റ്റേഷനിലേക്ക് വരാൻ. ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്നെ ജയിലിടാൻ അവർക്ക് പറ്റില്ല. ചേച്ചി വന്നില്ലെങ്കിൽ എന്നെ വിട്ടേരെ. അവൾ സുമതിയെ നോക്കി. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? നീ പോയി കുളിച്ച് വല്ലതും കഴിക്ക്. രാവിലെ ജോലിക്ക് പോകേണ്ടതല്ലേ? സുമതി തളർന്ന സ്വരത്തിൽ പറഞ്ഞു. ഇതാണ് പ്രശ്നം. അമൃത കൈകൾ മാറിൽ കെട്ടി. പുന്നാരമോൻ കാണിച്ചൊന്നും അമ്മയ്ക്ക് വിഷയമല്ല. കഞ്ചാവ് വിൽപ്പനക്കാരായിട്ട മോന്റെ കൂട്ടിയിട്ട് ഇനി ഉപയോഗം തുടങ്ങിയിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. നാളെ ഇവൻ ആരെങ്കിലും കൊന്നിട്ട് വന്നാൽ അമ്മ സപ്പോർട്ട് ചെയ്യണം. ഈ ചേച്ചിക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? അർജുൻ പ്ലേറ്റ് നിലത്തേക്ക് എറിഞ്ഞു. ചോറും കറികളും തറയിൽ ചിതറി. ആജുമനിക്ക് ഞങ്ങളോട് ഇന്നവരെ കഞ്ചാവ് വലിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി അതൊക്കെ നിർത്തിയിട്ട് കാലം കുറയായി. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇക്കയും ഫ്രണ്ട്സ് ഓടിയെത്തും.
പിന്നെ പണ്ടെങ്ങാണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് കരുതി എപ്പോഴും നടക്കണമെന്നുണ്ടോ? ചേച്ചിയുടെ സ്വഭാവം ആദ്യം നന്നാക്ക്. വെറുതെ അല്ല അഭിയേട്ടൻ പറയുന്നു, ചേച്ചിക്ക് ഭ്രാന്ത് മാറിയിട്ടില്ലെന്ന്. അതോടെ അമൃതയുടെ നിയന്ത്രണം വിട്ടു. മുന്നിലിരുന്ന കസേര അവൾ തൊഴിച്ചെറിഞ്ഞു. അതേടാ, എനിക്ക് ഭ്രാന്ത് വന്നവർ എന്താ ചെയ്യാന്ന് അവർക്ക് തന്നെ അറിയില്ല. ഈ നിലത്ത് കിടക്കുന്ന ചോറും കൂട്ടാനൊന്നും നീയോ നിന്റെ അഭിയേട്ടൻ ഈ കിടക്കുന്ന അമ്മയോ അധ്വാനിച്ചു കൊണ്ടുവന്നല്ല, എന്റെ വിയർപ്പാ. മര്യാദയ്ക്ക് ഇതൊക്കെ വാരിയിട്ട് ഇവിടെ വൃത്തിയാക്കിക്കോണം, ഇല്ലെങ്കിൽ ഞാൻ കൊല്ലും. ഭ്രാന്തിക്ക് എന്തു ചെയ്യാം? അവളുടെ ഭാവം കണ്ടപ്പോൾ അർജുനൻ ചെറിയ ഭയം തോന്നി. നീ ഉപയോഗിക്കുന്ന മൊബൈല്, നിന്റെ ഡ്രസ്സ്, എന്തിന്? അടിവസ്ത്രം പോലെ എന്റെ പൈസയാ. അല്ല നിന്റെ അഭിയേട്ടൻ കൊണ്ടുവന്നല്ല. എന്റെ ചെലവിൽ നിൽക്കുമ്പോ എന്നെ അനുസരിക്കണം. പറ്റില്ലെങ്കിൽ ഏട്ടന്റെ അടുത്തേക്ക് പോയിക്കോ. ഏട്ടൻ അത്ര കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാ പോലീസുകാർ വീട്ടിൽ നമ്മൾ ചോദിച്ചപ്പോ എന്നെ കൊടുത്ത് ഏട്ടൻ വരില്ലായിരുന്നോ? മതി മോളെ, നിർത്ത്, സുമതി യാചിച്ചു. അയൽക്കാർ കേൾക്കട്ടെ അമ്മേ, കേൾക്കട്ടെ. അമ്മയുടെ ഇളയമോനെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പാ. കുറെ ദൂരെയുള്ള സ്കൂളിൽ പഠിക്കുമ്പോ ആരും ഒന്നും അറിയില്ലെന്നാ ഇവന്റെയൊക്കെ വിചാരം. കഴിഞ്ഞ ആഴ്ച കുടുംബശ്രീയിൽ ഇതൊക്കെയായിരുന്നു ചർച്ച. 2 ഗ്രൂപ്പായി അടികൂടുന്ന പിള്ളേരുടെ മുമ്പിൽ ഇവരുണ്ടായിരുന്നു പോലും. നാട്ടുകാർ അങ്ങനെ ചേച്ചിയെ കുറിച്ച് പലതും പറയുന്നുണ്ട്. ഞാൻ വല്ലതും ചോദിച്ചോ? അർജുൻ പറയുന്ന കേട്ട് അമൃത അവനെ നോക്കി. അതെ, ചേച്ചി ഇങ്ങനെ തുള്ളാൻ മാത്രമൊന്നും ഇവിടെ നടന്നിട്ടില്ല. അയാളെ കണ്ടെങ്കിൽ ആവേശമായിരിക്കും. അവന്റെ വാക്കുകളിൽ പരിഹാസം കലർന്നു. അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ആ സുജാത ടീച്ചറുടെ മോന്റെ കൂടെയാ ചേച്ചി സ്റ്റേഷനിൽ വന്ന്. അയാളുടെ ഒരു പട്ടിഷോ. മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാനിട്ടല്ല. അമൃത അവന്റെ തൊട്ടരികിൽ ചെന്ന് നിന്നു. നീ പറഞ്ഞ സുജാത ടീച്ചറിന്റെ മോനെ എനിക്ക് ആരായിരുന്നറിയോ? എന്തുകൊണ്ട് ആ മനുഷ്യൻ ദൂരേക്ക് പോയിന്നറിയോ? എന്റെ സകല സ്വപ്നങ്ങളും കുഴിച്ചുമുടിയതിന്റെ ഫലമായിട്ടാണ് നീയൊക്കെ ഇവിടം വരെ എത്തിയത്. നഷ്ടപ്പെടുത്തിയതിന്റെയൊക്കെ കണക്ക് ഞാൻ നേരത്തിയാ. അത് തന്നു തീർക്കാൻ നിന്റെ ഒരു ജന്മം പോരാതെ വരും. ഞാൻ കുളിച്ചിറങ്ങുമ്പോഴേക്കും ഇവിടെ ക്ലീൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അടുക്കളയിൽ കുറച്ച് മണ്ണെണ്ണിരിപ്പുണ്ട്, ഒഴിച്ച് കത്തിക്കും ഞാൻ. അവൾ തന്നെ മുറിയിൽ നിന്നും മാറാനുള്ള വസ്ത്രങ്ങളുമായി കുളിമുറിയിലേക്ക് നടന്നു. തലവഴി ഒലിച്ചിറങ്ങുന്ന തണുത്ത വെള്ളത്തിൽ കണ്ണുനീണ്ട ചൂടും കലരുന്നുണ്ട്. പാടില്ല, കരയുന്ന തോൽവിയാണ്. അവൾ സ്വയം വിലക്കി. കുളി കഴിഞ്ഞ ഹാളിലെത്തിയപ്പോൾ അർജുൻ അവിടെ ഉണ്ടായിരുന്നില്ല. നിലം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. സുമതി TV ഓഫ് ചെയ്ത് സോഫയിൽ വിഷണ്ണയായി ഇരിക്കുന്നു. അമ്മ തേൻ കഴിച്ചോ? അവർ തലയാട്ടി. അമൃത മേശ വലിപ്പ് തുറന്ന് അവർക്ക് രാത്രി കഴിക്കാനുള്ള ഗുളികകൾ എടുത്തു നൽകി. അവരത് ഓരോന്നായി വായിലിട്ട് വെള്ളം കുടിച്ചു. ഇരിയാണോ മോളുടെ കൂടെ വന്ന്? അവരുടെ ചോദ്യം കേട്ട് അമൃത ചിരിച്ചു. ഇളയ മോനെ പോലീസ് പിടിച്ചതിനെ കുറിച്ച് അമ്മയ്ക്കൊന്നും അറിയണ്ട. എന്റെ കൂടെ ആരാണെന്ന് ഓർത്ത് ആദ്യമല്ലേ? ശരിയാ, ഗിരിയേട്ടന്റെ വണ്ടിയിലാണ് ഞാൻ പോയി വന്ന്. ഒരു പെണ്ണായി ഞാൻ രാത്രി പെരുമഴത്ത് തനിയെ ടൗൺ വരെ പോകുന്നതിനെ പറ്റിയൊന്നും അമ്മ ആലോചിച്ചില്ലല്ലോ. നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതെ, ഞാൻ ഇങ്ങനെയാ. എന്റെ സ്വഭാവം തെക്കോട്ട് എടുക്കുന്നവരെ മാറില്ല. എന്റെ കാര്യത്തിൽ ഒരാൾക്ക് ഇടപെടാനുള്ള അധികാരമില്ല, പ്രത്യേകിച്ച് അമ്മയുടെ ആൺമക്കൾക്ക്. ഈ വീടെങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിക്കാത്ത ഒരാളും അഭിപ്രായം പറയരുത്. അമ്മയ്ക്ക് ടോയ്ലറ്റിൽ പോകണം. അവർ തലയാട്ടി. അമൃത അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോയി. അതിനുശേഷം ബെഡ്റൂമിൽ കിടത്തി. പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള വൃത്തിയാക്കിയപ്പോഴേക്കും വിശപ്പ് കെട്ടിയിരുന്നു. കുറച്ച് വെള്ളം കുടിച്ച് ലൈറ്റുകൾ ഓഫ് ചെയ്ത് അവൾ മുറിയിൽ ചെന്നു. സുമതിയുടെ ബെഡിന് താഴെ നിലത്ത് പായ വിരിച്ച് അവളും കിടന്നു. അജുവിന് ഒരു അബദ്ധം പറ്റിയതാ മോളെ. ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് അവൻ വാക്ക് തന്നിട്ടുണ്ട്. നീ ഇനി ദേഷ്യപ്പെടണ്ട, കുട്ടിയല്ലേ. കുറച്ച് വലുതാകുമ്പോൾ അവൻ മാറിക്കോളും. എല്ലാം പ്രായത്തിൻ്റെയാ. അമൃത മറുപടിയൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് യാതൊരു ഫലവുമില്ലെന്ന് അവൾക്കറിയാം. അമ്മക്ക് ആൺമക്കൾ രണ്ടുപേരുടെ ഒരു പ്രത്യേക വാത്സല്യമാണ്. പണ്ട് ഇതുപോലെ ഏട്ടനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ആ ഏട്ടനാണ് സ്വന്തം ജീവിതം നോക്കി ദൂരേക്ക് പോയത്. എനിക്ക് ഉറപ്പുണ്ട് സുമേ, നിനക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ എൻ്റെ മോള് മാത്രമേ കാണൂ. അച്ഛൻ്റെ വാക്കുകൾ അവിടെ മനസ്സിലേക്ക് ഓടിയെത്തി. അച്ഛൻ ഇന്ന് എല്ലാ സങ്കടങ്ങളും ഇറക്കി വെക്കുന്നത് രാത്രി കിടക്കുന്ന അച്ഛൻ്റെ നെഞ്ചിലാണെന്ന സങ്കല്പത്തിലാണ്. ഓരോന്നായി അച്ഛനോട് എണ്ണി പറയും. മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അച്ഛനെല്ലാം മൂളി കേൾക്കും. ഒടുവിൽ നെറുകയിലൊരു മുത്തം സമ്മാനിക്കും. അച്ഛൻ്റെ അമ്മക്കുട്ടി വിഷമിക്കണ്ട, എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട്. ഇന്ന് മോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് പകരം സന്തോഷം നിറഞ്ഞൊരു ജീവിതം കിട്ടും. നെഞ്ചിലെ നോവ് കണ്ണുനീരായി തലയിണയെ കുതിർക്കുകയാണ്. ഒരു പെൺകുട്ടി രാജകുമാരിയായി ജീവിക്കുന്നത് അവളുടെ അച്ഛനുള്ള കാലം മാത്രമാണെന്ന് അനുഭവം തെളിയിച്ചു കഴിഞ്ഞു. ജോലി കഴിഞ്ഞ് വിയർത്തു കുളിച്ച് വന്നയുടൻ ആദ്യം അച്ഛൻ അന്വേഷിക്കുക തന്റെ മക്കളെയായിരുന്നു. കയ്യിലെ പലഹാരപ്പൊതി തുറന്ന് 3 പേർക്കും വീതിച്ചു കൊടുത്ത് അവർ കഴിച്ചു തീരും വരെ അച്ഛൻ നോക്കിയിരിക്കും. 6 വർഷം മുമ്പ് അച്ഛൻ മരിക്കുന്നവരെ കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നെങ്കിലും ജീവിതം സ്വർഗതുല്യമായിരുന്നു. അച്ഛന്റെ അഭാവമെല്ലാം തകർത്തു. ഓർമ്മകളിലേക്ക് പതിവ് പോലെ മനസ്സ് തിരിഞ്ഞടക്കുകയാണ്. പക്ഷേ ഇന്ന് ആ കൂട്ടത്തിൽ താൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ച മറ്റൊരു മുഖം കൂടിയുണ്ട്, ഗിരിയേട്ടന്റെ. ആദ്യമായി എപ്പോഴാണ് ഗിരിയേട്ടനെ കണ്ടത്? അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ആ കൂടിക്കാഴ്ചക്കും സാക്ഷിയായത് അമ്പലവും ആൽമരവുമാണെന്ന് തോന്നുന്നു. അതെ, അവ്യക്തമായ ചില ചിത്രങ്ങൾ തെളിയുന്നുണ്ട്. അച്ഛൻ ശബരിമലയ്ക്ക് പോവാൻ മാറിയിട്ട നാളുകളാണത്. എല്ലാ ദിവസവും വൈകിട്ട് അച്ഛൻ അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിക്കും. അവളും കൂടെ പോകുമായിരുന്നു. അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണെങ്കിലും ഉപദേവതകളായി ശിവനും അയ്യപ്പനും ദേവിയുമുണ്ട്. കുളി കഴിഞ്ഞ അയ്യപ്പന്റെ മുന്നിൽ ചെന്ന് അച്ഛനും മറ്റു സ്വാമിമാരും കർപ്പൂരം കത്തിച്ച് തൊഴുത് ശരണം വിളിക്കും. അതിനുശേഷം അമ്പലത്തിന്റെ മതിൽക്കെട്ടിനകത്ത് ഭജനയുണ്ടാവും.
ആ സന്ധ്യകളും ശരണഗീതങ്ങളും എണ്ണവിളക്കുകളുടെ പ്രകാശവും കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെയും ഗന്ധവും അമൃതയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. അങ്ങനെ ഒരു സന്ധ്യാനേരത്താണ് ഗിരിയെ അവൾ ആദ്യമായി കാണുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ഭജന തുടങ്ങുന്നതിന് കുറച്ചു മുമ്പ് അമ്പലത്തിന്റെ ഇടതുഭാഗത്തെ ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ കൊഴിഞ്ഞു വീണ പൂക്കൾ പെറുക്കിയെടുക്കുകയായിരുന്നു അവൾ. ഇതൊക്കെ വാടിയതല്ലേ, എന്തിനാ എടുക്കുന്നേ? ഒരു ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. ഏകദേശം 15 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി. കയ്യിൽ ഒരു കെട്ട് വൈക്കോൽ, മുഷിഞ്ഞ പാന്റും ഷർട്ടുമാണ് വേഷം. വെറുതെ. അവൾ ചുമല് കൂച്ചി. നല്ല പൂ വേണം, ഞാൻ പറിച്ചുതരാം. വേണ്ട, ആരെങ്കിലും കണ്ട വഴക്ക് പറഞ്ഞാലോ? ആര് പറയാൻ? അവൻ ചിരിച്ചു. എന്നാലും വേണ്ട, അമ്പലത്തിലെ പൂക്കൾ ദൈവത്തിനുള്ളതല്ലേ, ദൈവത്തിനുള്ളത് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അവൻ അതേ ചിരിയോടെ വൈക്കോൽ താഴെയിട്ട് ചെമ്പകമരത്തിന്റെ മുകളിലേക്ക് കയറി. അവിടെ ഒരു ചില്ല പിടിച്ച് കുലുക്കിയപ്പോൾ മഴ പെയ്യുന്നത് പോലെ പൂക്കൾ അവിടെ മേലേക്ക് പൊഴിഞ്ഞു വീണു. അമൃതവേഗം ഓരോന്നായി പെറുക്കിയെടുത്തു. അവൻ താഴേക്ക് ഇറങ്ങി. മതിയോ? ഉവ്. ഇതെന്തിനാ? എൻ്റെ വീട്ടിൽ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയുണ്ട്, അതിൻ്റെ മുമ്പിൽ വെക്കാനാ. ഗുരുവായൂർ പോയിട്ടുണ്ടോ? ഉവ്, ഞാനും അച്ഛനും അമ്മയും അഭിയേട്ടനും. അവൻ മൂളി. പോയിട്ടില്ലേ? ആര്? ഞാനോ? അതെ. എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല, കുറച്ചുകൂടെ വലുതായിട്ട് വേണം പോവാൻ. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അമൃതയ്ക്ക് മനസ്സിലായില്ല. വൈക്കോൽ കെട്ടെടുത്ത് ഗോശാലയ്ക്ക് നേരെ അവൻ നടന്നകന്നു. മോൾ ഇവിടെ നിൽക്കുമായിരുന്നോ? അവളുടെ അച്ഛൻ കുമാരനും അമ്പല കമ്മിറ്റി പ്രസിഡന്റ് വാസു അങ്ങോട്ട് വന്നു. ആ ചേട്ടൻ പറിച്ചെന്നാ? കയ്യിലെ പൂക്കൾ കണ്ട് വഴക്കിട്ടുമോ എന്ന പേടിയുടെ അമൃത പറഞ്ഞു. ഏതാ വാസുവേട്ടാ പയ്യൻ? ഞാൻ കുറച്ചു ദിവസമായിട്ട് ഇവിടെ കാണുന്നു. അത് നമ്മുടെ വേണുവിന്റെ മോനാ, ഗിരി. അവൻ ഇത്രയും വലുതായോ? കുമാരൻ അത്ഭുതപ്പെട്ടു. ആ, 10ാം ക്ലാസ്സിൽ പഠിക്കുക. എന്തെങ്കിലും ജോലി വരുമെന്ന് ചോദിച്ചപ്പോൾ തള്ളിക്കളയാൻ തോന്നിയില്ല. ഇവിടെ പശുക്കളെ കുളിപ്പിക്കാനും അതുങ്ങൾക്ക് തീറ്റ കൊടുക്കാനും ഗോശാല വൃത്തിയാക്കാനെല്ലാം അവൻ സഹായിക്കും. ആഹാ, മിടുക്കനാണല്ലോ. അതുമാത്രമല്ല, ഇന്നലെ ഭജനക്ക് പ്രദീപൻ സ്വാമി പാടിയ പാട്ടില്ലേ, അത് ഇവൻ എഴുതിയതാ. ഇത്തവണ കുമാരനോടൊപ്പം അമൃതയും ഞെട്ടി. പ്രദീപേട്ടൻ പാടുന്നത് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇന്നലെ അതുവരെ കേൾക്കാത്ത ഒരു പാട്ട് പാടിയത് അവളും ശ്രദ്ധിച്ചിരുന്നു. അയ്യപ്പനെ വർണ്ണിക്കുന്ന മനോഹരമായൊരു ഗാനം. കുറച്ചു മുമ്പ് തനിക്ക് പൂക്കൾ പറിച്ചെന്ന കുട്ടിയാണ് അത് എഴുതിയെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യമാണോ വാസുവേട്ടാ? വിളക്ക് വെക്കുന്ന നേരത്തെ അമ്പലത്തിന്റെ അടുത്ത് വെച്ച് ആരെങ്കിലും കള്ളം പറയോ? നല്ല കഴിവുള്ള പയ്യനാ, പക്ഷെ അധികാരമൊന്നും സംസാരിക്കില്ല. വീണുപോയതോടെ അവനാകെ മാറി. ഇവിടെ പണിക്ക് വരാനൊക്കെ അവൻ്റെ അമ്മ സുജാത ടീച്ചർ സമ്മതിക്കുമോ? അവൻ സുജാതയോട് മിണ്ടിയിട്ട് 1 വർഷത്തിന് മേലെയായി. അത്രയും പറഞ്ഞപ്പോഴാണ് വാസു അമൃതയെല്ലാം കേട്ടില്ലെന്ന് ശ്രദ്ധിച്ച്. മോൾ അപ്പുറത്തേക്ക് പോയിക്കോ, ഭജന തുടങ്ങാറായില്ലേ? അവൾ അനുസരിച്ചു. കുറച്ചു ദൂരം ചെന്ന് തിരിഞ്ഞു നോക്കി അവൾ കണ്ടത് അച്ഛനും വാസുവേട്ടനും ഗൗരവത്തിൽ സംസാരിക്കുന്നതാണ്. എന്നാലും 1 വർഷത്തിലധികമായി എന്തുകൊണ്ടാവും ഗിരിയേട്ടൻ സ്വന്തം അമ്മയോട് മിണ്ടാത്ത്? ഗിരിയേട്ടൻ്റെ അമ്മ ടീച്ചറാണ്. ഞാൻ പഠിക്കുന്ന ഇവിടുത്തെ UP സ്കൂളൊന്നും സുജാത എന്നൊരു ടീച്ചറില്ല. പിന്നെ അതാരാണ്? എന്നാലും അമ്മയോട് ഇത്രയും നാളൊക്കെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? എത്ര വാശി പിടിച്ചാലും തൻ്റെ അമ്മയോട് 5 മിനിറ്റിൽ കൂടുതൽ മിണ്ടാതിരിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. എന്തായാലും അവനോട് കൂട്ടുകൂടണമെന്നും അമ്മയോട് മിണ്ടാത്തതിൻ്റെ കാരണം അറിയണമെന്നും അമൃത ഉറപ്പിച്ചു. അന്നത്തെ ഭജനയിലും പ്രദീപൻ സ്വാമി ഗിരി എഴുതിയ അയ്യപ്പസ്തുതി പാടി. അമൃത സ്വയം മറന്ന് അതിൽ ലയിച്ചു നിന്നു. രാത്രിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും മനസ്സ് നിറയെ ഗിരിയുടെ രൂപമായിരുന്നു. അടുത്ത ദിവസം വൈകിട്ട് അവൾ അവനെ തേടി ഗോശാലയുടെ അടുത്ത് ചെന്നു. അവൻ പശുക്കളോട് എന്തോ സംസാരിക്കുകയായിരുന്നു. അമൃതയെ കണ്ടതും അവൻ ചിരിച്ചു. എന്തേ? ഏട്ടൻ എഴുതിയ പാട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. അതിന് മറുപടി ചിരിയായിരുന്നു. ഗിരി എന്നാണല്ലേ പേര്? അതെ. എൻ്റെ പേര് അമൃത. അറിയാം, കുമാരേട്ടൻ്റെ മോളല്ലേ? അവൾ തലയാട്ടി. നിങ്ങളുടെ വീടിനടുത്ത് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വന്നിട്ടുണ്ട്. അഭിഷേക് അമൃതയുടെ ഏട്ടനല്ലേ? ഏട്ടനറിയോ? ആ, അറിയാം. നന്നായിട്ട് ബോൾ ചെയ്യും. അഭിഷേകിന്റെ ടീമിനോട് 2 തവണ ഞങ്ങൾ തോറ്റു. എന്തായാലും അടുത്ത തവണ ഞങ്ങൾ ഉറപ്പായിട്ടും ജയിക്കും. അവൻ ബക്കറ്റിലെ വെള്ളത്തിൽ നിന്നും കൈ കഴുകി. അഭിഷേകിന് അമ്പലത്തിലൊന്നും കാണാറില്ലല്ലോ. ഏട്ടന് സ്കൂളിൽ ഇട്ട് തന്നാൽ കളിക്കണം. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് മടുത്തു, അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ വരുന്നത്. ഞാൻ പോട്ടെ, ഇന്നത്തെ ജോലി കഴിഞ്ഞു. അവൾ തലയാട്ടി. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെക്കാനേ കുറച്ച് പൂവാ ചെമ്പത്തിന്റെ ചോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടുന്നു. കുട്ടിയുടെ അച്ഛൻ മലക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരില്ലല്ലോ. അപ്പൊ പൂവിനെന്ത് ചെയ്യും? ഗിരിയേട്ടൻ ഇവിടെ ഉണ്ടാവുമെങ്കിൽ ഞാൻ വന്നോളാം. തനിച്ച് വിടോ? കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നടക്കാനില്ലേ? അത് സാരല്ല, അച്ഛനോട് ചോദിച്ചാൽ വിടും. അച്ഛനെന്നെ ഒത്തിരി ഇഷ്ടമാണ്. പെട്ടെന്ന് ഗിരിയുടെ മുഖം മാറുന്ന അമൃത ശ്രദ്ധിച്ചു. എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ പിണങ്ങോ? എന്താ? ചോദിക്കും. ഗിരിയേട്ട അമ്മയോടൊന്നാ മിണ്ടാത്തേ? അവൻ മറുപടി നൽകാതെ കുനിഞ്ഞ ശിരസുമായി മുന്നോട്ട് നടന്നു. അതെ, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. നമ്മൾ തമ്മിൽ കൂട്ടലെന്ന് കരുതി ചോദിച്ചാ. അവൻ തിരിഞ്ഞു നിന്നു. പിന്നെ അവിടെ അടുത്തേക്ക് വന്നു. ബുദ്ധിമുട്ടല്ല, പറഞ്ഞാൽ മനസ്സിലാവുള്ള പ്രായം കുട്ടിക്കില്ല. ഞാൻ കുട്ടിയൊന്നല്ല, 5ാം ക്ലാസ്സിലെത്തി. അവൾ മുഖം വീർപ്പിച്ചു. പിന്നെ എൻ്റെ പേര് കുട്ടിയെന്നല്ല, അമൃത. എല്ലാവരും അമ്മൂന്ന് വിളിക്കും. ശരി, അമ്മ ഒരു 10ാം ക്ലാസ്സിലെത്തട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം.
അതൊരു അമ്മയോട് മിണ്ടില്ലേ? ഇല്ല. എന്നാ എന്നോട് മിണ്ടണ്ട. എനിക്ക് ഗിരിയേണ്ട പൂവും വേണ്ട, പൊക്കോ. ദേഷ്യത്തോടെ ഗോശാലയുടെ പടിയിലിരുന്നു. പിണങ്ങല്ലേ? അമൃത അവനെ നോക്കിയില്ല. അമ്മു, എന്താ? കാരണറിനെ പിണക്കം മാറുമോ? എങ്കിൽ പറയാം. അമ്മുവിന് അച്ഛനെ എത്രയ്ക്ക് ഇഷ്ടമാണ്? ഒരുപാട്. അവൾ കൈകൾ ഇരുവശത്തേക്കും പരമാവധി വിടർത്തി. എനിക്കും അതുപോലെ ഒരുപാട് ഇഷ്ടമായിരുന്നു അച്ഛനെ. ഒരുപാട്. എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം അമ്മയാണ്. അതോടാ മിണ്ടാത്തത്. ഞാൻ ചാവുന്നവരെ മിണ്ടിയില്ല. അമൃത വിറങ്ങലിച്ചിരിക്കുകയാണ്. എനിക്കാരും എന്നോട് ചോദിക്കരുത് കേട്ടോ, എനിക്ക് സങ്കടാവും. പൊലിച്ചിറങ്ങിയ കണ്ണുനീർ ഷർട്ടിൽ തുടച്ച് അവൻ വേഗത്തിൽ നടന്നകന്നു. അമൃത അതേ ഇരിപ്പ് തുടർന്നു ഏറെ നേരം. പതിപോലെ രാത്രി 8 മണിക്ക് ഗിരി വീട്ടിലെത്തിയപ്പോൾ സുജാത ഉമ്മറത്തിരുന്ന് എന്തോ വായിക്കുകയായിരുന്നു. കാൽ പെരുമാറ്റം കേട്ട് അവർ തല ഉയർത്തി നോക്കി. ഗിരി സുജാതയെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് നടന്നു. കുളിമുറിയിൽ കയറി അന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ കഴുകി വിരിച്ച് കുളിച്ചു. അടുക്കളയിൽ ചെന്നപ്പോൾ മേശപ്പുറത്ത് ആഹാരം വിളമ്പി വെച്ചിട്ടുണ്ട്. അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കവേ സുജാത അവിടേക്ക് വന്നു. +1 അഡ്മിഷൻ നോക്കുന്നില്ലേ? നിന്റെ കൂട്ടുകാരൊക്കെ എന്റെ സ്കൂളാ ചേരുന്നത്. അവൻ സുജാതയെ ഗൗനിച്ചതേയില്ല. ഇനി ഞാൻ അവിടെ ഉള്ളതുകൊണ്ടാണെങ്കിൽ വേറെ വല്ല സ്കൂളിലും കൊടുക്ക്, വൈകിയ അഡ്മിഷൻ കിട്ടില്ല. അവൻ കഴിച്ചു മതിയാക്കി എഴുന്നേറ്റ് പാത്രം കഴുകി കമിഴ്ത്തി വെച്ചു. പിന്നെ പോക്കറ്റിൽ നിന്ന് ഏതാനും കറൻസിയും നാണയത്തൊട്ടുകൾ മേശപ്പുറത്തേക്ക് ഇട്ട് മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു. സുജാത തളർച്ചയോടെ കസേരയിലിരുന്നു. തന്നോടുള്ള പ്രതിഷേധമാണിത്. ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിന്റെ പൈസ അവൻ പല ജോലികളും ചെയ്തുകൊണ്ടുവന്ന് മുഖത്തേക്ക് വലിച്ചെറിയുന്ന പോലെ ഇവിടേക്ക് ഇടും. ഇത് 3ാമത്തെ വർഷമാണ് സ്വന്തം മകൻ അമ്മയോട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ട്. അവന്റെ മനസ്സ് മാറ്റാൻ അയൽക്കാരും മറ്റും കുറെ ശ്രമിച്ചതാണ്. സൈനുത്ത, ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നേ ഇതെന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പണിയിച്ചായതുകൊണ്ടാ. ഇവിടുന്ന് ഇറങ്ങിപ്പോയ അച്ഛന് സങ്കടാവും. ദയവ് ചെയ്ത് ഇക്കാര്യം ഇനി പറയരുത്. തീരെ നിവൃത്തിയില്ലാവെന്നാ ഞാനെങ്ങോട്ടേലും പോയി ചാവും. തൊട്ടടുത്ത വീട്ടിലെ സൈനബയോട് ഗിരി പറയുന്ന സുജാത കേട്ടതാണ്. അതൊരു കൗമാരക്കാരന്റെ അപക്വമായ വാക്കുകളായിരുന്നില്ല, തികച്ചും ഉറച്ച തീരുമാനമായിരുന്നു. അതിനുശേഷം ആരും അവനെ ഉപദേശിക്കാൻ ചെന്നിട്ടില്ല. പക്ഷേ സുജാത ഗിരിയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചു. അമൃതത്തിലെ പുറംപണികൾക്കും വെളിച്ചെണ്ണ മില്ലിലെ സഹായിയായും രാമൻ മേസ്ത്രിയുടെ കൂടെ കൂലിപ്പണിക്കും പത്രമിടാനും മരം വെട്ടുകാരുടെ കൂടെയൊക്കെ അവൻ പോകുന്നവരറിഞ്ഞിരുന്നു. ടൗണിലെ സ്കൂൾ ടീച്ചറായ സുജാതയുടെ മകൻ പഠനത്തേക്കാൾ പ്രാധാന്യം ചെറുപ്രായത്തിൽ തന്നെ ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നതിന് കൊടുക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നാണക്കേടായിരുന്നെങ്കിലും അത് അവനോട് പറയുന്നവന്റെ മനസ്സിൽ തന്നെയുള്ള വെറുപ്പ് കൂട്ടാൻ മാത്രമേ ഉപകരിക്കൂ എന്നവർക്ക് നന്നായിട്ട് അറിയാം. കിട്ടുന്ന സമയങ്ങളിലൊക്കെ പണിക്ക് പോവെങ്കിലും SSLC പരീക്ഷയിൽ അത്യാവശ്യം നല്ല മാർക്കോടെയാണ് ഗിരി പാസ്സായത്. അതിനുശേഷം എന്തെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇപ്പോൾ വാതിൽ അവൻ കൊട്ടിയടച്ചത്. അവനൊരു ദീർഘനിശ്വാസത്തോടെ പുസ്തക വായന തുടർന്നു. ഇതേ സമയം ഗിരി മുറിയിലെ കട്ടിൽ ചാരി കിടക്കുകയായിരുന്നു. അച്ഛന്റെ പഴയ റേഡിയോ അവന്റെ മടിയിലുണ്ട്. അവനതിൽ പതിയെ തലോടി. ഈ റേഡിയോ ട്യൂൺ ചെയ്തുകൊണ്ട് ഉമ്മറത്ത് അച്ഛനുണ്ടായിരുന്നെങ്കിലും അവൻ കൊതിച്ചു. സാധാരണ ആൺമക്കൾക്ക് അമ്മയോടാണ് അടുപ്പം കൂടുതൽ ഉണ്ടാവാറെങ്കിലും ഗിരിക്ക് നേരെ തിരിച്ചാണ്. അച്ഛനായിരുന്നു അവന്റെ ലോകം. അവന്റെ ഏത് സംശയങ്ങൾക്ക് ഉത്തരം അച്ഛന്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. അവനിൽ എഴുത്തുകാരനെ തിരിച്ചറിഞ്ഞും പ്രോത്സാഹിപ്പിച്ചതും അച്ഛനായിരുന്നു. മകനെന്നതിലുപരി ഒരാത്മസുഹൃത്തായിട്ടാണ് അദ്ദേഹം ഗിരിയെ പരിഗണിച്ചത്. കാണാൻ അത്ര സുന്ദരനുമൊന്നുമില്ലാത്ത വേണുവും സുന്ദരിയായ സുജാതയും പ്രണയിച്ച് കല്യാണം കഴിച്ചവരായിരുന്നു. അതോടെ ബന്ധുക്കൾ ശത്രുക്കളായി. സാമ്പത്തികമായി വളരെ താഴ്ന്ന നിലയിലായിരുന്ന കുടുംബത്തിലെ പെണ്ണിനെ തൊലിവെളുപ്പ് കണ്ടിട്ട് കെട്ടിയതാണെന്നായിരുന്നു അയാളുടെ വീട്ടുകാർ പറഞ്ഞു നടന്നിരുന്നത്. അച്ഛൻ തുടങ്ങിയ മലഞ്ചരക്ക് വ്യാപാരം നോക്കി നടത്തുകയായിരുന്ന വേണുവിനെ എല്ലാവരും ചേർന്ന് പടിയടച്ച് പിണ്ടം വെച്ചു. മറ്റെവിടെയും നല്ലൊരു ജോലി ആൾക്ക് കിട്ടാതിരിക്കാനും ഏട്ടന്മാർ പരമാവധി ശ്രമിച്ചു. വേണു അതിലൊന്നും തളർന്നില്ല. ഭാര്യയും കൊണ്ട് ഈ ഗ്രാമത്തിലേക്ക് വന്നു. വാടക വീട്ടിലായിരുന്നു ജീവിതം തുടങ്ങിയത്. ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് അസീസ് മുതലാളിയുടെ കാർ ഡ്രൈവറായി ജോലിയും കിട്ടി. പഠിക്കാൻ മിടിക്കായിരുന്ന സുജാത അയാൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ടീച്ചറാക്കി. ജോലിയിൽ പ്രവേശിച്ച് 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് സുജാത ഗിരിക്ക് ജന്മം നൽകിയത്. പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് വിജയിച്ച കൊച്ചു കുടുംബം. കേസ് നടത്തി വേണു തനിക്ക് അവകാശപ്പെട്ട് സ്വത്ത് നേടിയെടുത്തിരുന്നു. അത് വിറ്റ കാശിന് ആ ഗ്രാമത്തിൽ വീട് വെച്ചു. സുജാത ജോലിക്ക് പോയി തുടങ്ങിയതോടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടു. അമ്മ വീട്ടിലും തനി ടീച്ചറാണെന്ന് ഗിരിക്ക് തോന്നാറുണ്ട്. അവർക്ക് എല്ലാത്തിനും അടുക്കും ചിട്ടയും വേണം. ടൈം ടേബിൾ അനുസരിച്ചുള്ള ജീവിതത്തിനോട് വേണുവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ പേരിലായിരുന്നു അവർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ച്. പ്രണയത്തിന്റെ തീവ്രതയൊക്കെ നഷ്ടപ്പെട്ട് കലഹങ്ങൾ പതിവായി. കളിച്ചിറക്കാൻ കൊതിക്കുന്ന ഗിരിയെ പുസ്തകത്തിന്റെ മുമ്പിലേക്ക് സുജാത പിടിച്ചിരുത്താൻ ശ്രമിക്കുമ്പോൾ വേണു രക്ഷയ്ക്കെത്തും. IAS-നൊന്നല്ലല്ലോ പഠിക്കുന്നത്. ഇച്ചിരി നേരം കളിച്ചെന്ന് വെച്ചൊന്നും സംഭവിക്കില്ല. അതെ, എന്നിട്ട് നിങ്ങളെപ്പോലെ ഡ്രൈവർ ആവാനാണോ? അതെന്താണ് നിനക്ക് ഡ്രൈവർ പണിയോട് ഒരു പുച്ഛം? നിനക്ക് ഈ ഉദ്യോഗം കിട്ടിയതേ ഞാൻ പണിയെടുത്തോണ്ടാ. എന്ന് ആര് പറഞ്ഞു? ഞാൻ രാവുമ്പായിൽ ഉറക്കിളിച്ച് പഠിച്ചിട്ടാ എനിക്ക് ജോലി കിട്ടിയത്. പിന്നീട് അങ്ങോട്ട് കണക്ക് പറച്ചിലുകൾ പരസ്പരം തുടങ്ങും. അതൊരു പൊട്ടിത്തെറിൽ ചെന്ന് അവസാനിക്കും. ഗിരി പേടിയോടെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്ന് കണ്ണടച്ചിരിക്കും. ആദ്യമൊക്കെ വല്ലപ്പോഴും മാത്രമുണ്ടായിരുന്ന വഴക്ക് മിക്കവാറും എല്ലാ ദിവസവും ആവർത്തിച്ചു. ഗിരി അത് മാനസികമായി ബാധിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ വേണു പിന്നീട് സുജാത ദേഷ്യപ്പെടുമ്പോൾ നിശബ്ദമായി കേട്ടു തുടങ്ങി. പക്ഷെ ആ തിരിച്ചറിവ് സുജാതക്കുണ്ടായില്ല.
തൊട്ടതിനും പിടിച്ചതിനും അച്ഛനെ കുറ്റപ്പെടുത്തുന്ന പരിഹസിക്കുന്ന അമ്മയോട് ഗിരിക്ക് വെറുപ്പ് തോന്നി. ഒരപകടം പറ്റി വേണു കുറച്ചുനാൾ ജോലിക്ക് പോയിരുന്നില്ല. ആ സമയത്ത് ഭാര്യയുടെ ചിലവ് ജീവിക്കേണ്ടി വന്നെങ്കിൽ അയാൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. വയ്യാഞ്ഞിട്ടും അയാൾ വണ്ടി ഓടിക്കാൻ പോയി. അസുഖം കൂടുതലായി. നിങ്ങൾക്ക് അടങ്ങിയിരുന്നാലെന്താ? ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയ ദിവസം സുജാത അലകുന്ന പോലെ ചോദിച്ചു. ഗിരി അന്ന് 9ാം ക്ലാസ്സിലാണ്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലേ? എന്നിട്ടിപ്പോ എന്തായി? എന്റെ കയ്യിരുന്ന കാശ് മൊത്തം തീർന്നു. എന്ത് കണ്ടിട്ട് ഈ അഹങ്കാരം? കിടപ്പിലായ നോക്കാനേ നിങ്ങളുടെ വീട്ടുകാരൊന്നും വരില്ല, ഞാൻ മാത്രമേ ഉണ്ടാവൂ. വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ. നിങ്ങളുടെ ഈ സ്വഭാവം കണ്ടിട്ടാ മോനും പഠിക്കുന്നത്. വേണു എന്നത്തെയും പോലെ നിശബ്ദനായി എല്ലാം കേട്ടിരുന്നു. എന്റെ തലയിലെഴുത്ത് ഏത് നേരത്തെ തോന്നിയാണോ ദൈവമേ ഇങ്ങോട്ട് കൂടെ ഇറങ്ങി വരാൻ? പതിവിന് വിപരീതമായി വേണു അന്ന് സുജാതയെ നോക്കിയൊന്ന് ചിരിച്ചു. ഈറനണിഞ്ഞ അയാളുടെ കണ്ണുകളിൽ പറയാൻ ആഗ്രഹിച്ച എന്തൊക്കെയോ ഉണ്ടായിരുന്നു. രാത്രി കിടന്നിട്ടും സുജാതയുടെ പിറുപിറുക്കലുകൾ നിർത്തിയിരുന്നില്ല. ഗിരിയുടെ മുറിയിലാണ് വേണു ഒന്ന് കിടന്ന്. അച്ഛാ. എന്താ മോനെ? വിഷമിക്കണ്ട, എനിക്കൊരു ജോലി കിട്ടിയ അച്ഛനെ ഞാൻ നോക്കിക്കോളാം. അയാൾ സ്നേഹത്തോടെ അവനെ നെറ്റിയിൽ ഉമ്മ വെച്ചു. നന്നായി പഠിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അച്ഛനെ പോലെയാവും. മോൻ തോൽക്കരുത് എവിടെയും. അയാളുടെ വാക്കുകൾ ഇടറിയിരുന്നു. ഗിരി അച്ഛനെ കെട്ടിപ്പിടിച്ചു. ആ ശരീരം ഇടയ്ക്കിടെ വിറക്കുന്നത് കരയുന്നുകൊണ്ടാണെന്ന് അവന് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ ഗിരി എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ റെഡിയായപ്പോഴും വേണു നല്ല ഉറക്കമായിരുന്നു. സുജാത ജോലിക്ക് പോയി കഴിഞ്ഞു. രണ്ടാൾക്കുള്ള ഭക്ഷണവും ഗിരിക്ക് പോകാനുള്ള ലഞ്ച് ബോക്സും മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. അതിനടുത്ത് വേണുവിന് കഴിക്കാനുള്ള മരുന്നുകളും. അവൻ ലഞ്ച് ബോക്സ് ബാഗിലിട്ട് മുറിയിലേക്ക് ചെന്നു. അച്ഛാ, ഞാൻ പോവാ. മറുപടിയില്ല. വായ കുറച്ച് തുറന്നു പിടിച്ചുള്ള വേണുവിന്റെ കിടത്തത്തിൽ ഗിരിക്കെന്തോ പന്തിയേട് തോന്നി. അവൻ അയാളെ പതിയെ കുലുക്കി വിളിച്ചു. അച്ഛാ, എണീക്ക്. പ്രതികരണമില്ല. അച്ഛനും പതിവില്ലാത്ത തണുപ്പ്. അച്ഛാ! ഗിരിയുടെ കരച്ചിൽ ഉറക്കെയായി. അയൽക്കാരത് കേട്ട് ഓടിയെത്തി. ഡ്രൈവർ വേണുവിന്റെ മരണവാർത്ത നാട്ടിലെങ്ങും പരക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഒമ്മറത്ത് കത്തിച്ച നിലവിളക്കിന് മുമ്പിൽ പായ വിരിച്ച് അതിൽ വെള്ളം പുതപ്പിച്ച് കിടത്തിയ അച്ഛന്റെ മുഖത്തേക്ക് ഗിരി മച്ചിമാതെ നോക്കിയിരുന്നു. ആ കവിളുകളിലെ കണ്ണീരുണങ്ങിയ പാട് കണ്ടപ്പോൾ അവന് അമ്മയോടുള്ള വെറുപ്പ് 100 ഇരട്ടിയായി. മൃതദേഹത്തിനടുത്ത് വാവിട്ട് കരയുന്ന അമ്മ അഭിനയിക്കാണെന്ന് വിളിച്ചു പറയാൻ അവന് തോന്നി. ഇന്നലെ അത്രയും വേദനിപ്പിച്ചതിനാലാണ് അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചത്. അതെ, ഈ സ്ത്രീയാണ് തന്റെ അച്ഛനെ കൊന്ന് അവൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. വേണുവിന്റെ ചിത കത്തിയമർന്നതോടെ ആളുകൾ ഭൂരിഭാഗവും പിരിഞ്ഞുപോയി. ഗിരി ഹാളിൽ ഇരിക്കുകയാണ്. അടുത്ത വീട്ടിലെ സൈനബ് ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായി അവന്റെ അരികിലേക്ക് വന്നു. ഗിരി, ഇത് കുടിക്ക്. ഏയ് വേണ്ടത്ത, രാവിലെ മുതലൊന്നും കഴിച്ചില്ലല്ലോ, തൽക്കാലം ഇത് കുടിക്ക്. അപ്പോഴേക്കും ഞാൻ കഞ്ഞി ഉണ്ടാക്കാം. എനിക്കൊന്നും വേണ്ട മോനെ, ഈ സമയത്ത് പറയുന്നത് ശരിയില്ലെന്നറിയാം. എന്നാലും പടച്ചോൻ വിളിക്കുമ്പോൾ പോവാണ്ടിരിക്കാൻ ആർക്കും കഴിയില്ലാലോ. നിന്റെ അച്ഛൻ ഇത്രയേ ദുനിയാവിൽ അനുവദിച്ചിട്ടുള്ളൂ. ഇനി മോൻ മാത്രം അമ്മയുടെ ആശ്രയം. നീ ഇങ്ങനെ തളർന്നിരുന്ന അമ്മയുടെ അവസ്ഥ എന്താവും? എന്താവാൻ? ഗിരി ചിരിച്ചു. അവരങ്ങനെ ആരെയും ആശ്രയിക്കുന്ന ആളല്ലേ ഇത്ത. ഇനി സുഖല്ലേ, അച്ഛന്റെ ശല്യമില്ലല്ലോ. നീ എന്താ ഗിരി ഇങ്ങനെയൊക്കെ പറയുന്നേ? സൈനബ് അന്താളിച്ചു. ഉള്ളതാ, അവർക്ക് നല്ല ജോലി കിട്ടിയപ്പോ എന്റെ അച്ഛൻ അധികം പറ്റായി. ഇത്ത തൊട്ടടുത്ത വീട്ടിലല്ലേ താമസം. ഇവിടുത്തെ വഴക്കുമ്പോഴൊന്നും കേൾക്കുന്നുണ്ടാവുമല്ലോ. ഈ സ്ത്രീക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ഈ വഴക്ക് കേട്ടിരുന്നു. സത്യം പറയണം ഓനെ. അത് സൈനബ പരിങ്ങി. ഉത്തരം ഇല്ലാന്നാണെന്ന് എനിക്കറിയാം ഇത്ത. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കായിട്ടുണ്ട്. അച്ഛനവരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എന്നിട്ട് ആ പാവത്തിന് എന്താ തിരിച്ചിട്ടിയേ? അച്ഛന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവരെ കൊന്നേനെ. അത്രയ്ക്ക് വാക്കുകൾ കൊണ്ട് നോവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇവർ കാരണം കരഞ്ഞോണ്ട് അച്ഛൻ കിടന്ന്. എല്ലാരെയും ഉപേക്ഷിച്ചിട്ട് ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അച്ഛൻ ചെയ്ത മണ്ടത്തരം തന്നെയാ. അവിടെ ശേഷിച്ച നാട്ടുകാർ ഗിരിയുടെ ശബ്ദം കേട്ട് അങ്ങോട്ട് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്റെ അച്ഛനെ കൊന്നായിത്താ, ഇവര് കാരണ അച്ഛൻ മരിച്ച്. മോനെ, അങ്ങനെയൊന്നും പറയില്ലേ? സൈനബ് അപേക്ഷിച്ചു. അവനെ ശ്രദ്ധിച്ചില്ല. അച്ഛന് പകരം ഇവരാണ് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടാവുമായിരുന്നില്ല. ഇവിടെ ചെലവാക്കിയ കാശിനെ കണക്ക് ഇവര് പറയാറുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും പണിയെടുത്ത് കുറെ പൈസ ഉണ്ടാക്കി കൊടുക്കാം, എന്റെ അച്ഛനെ തിരിച്ചു തരാൻ പറ്റുമോ ചോദിക്കത്താ. ദേഷ്യവും സങ്കടവും കാരണം അവന്റെ വാക്കുകൾ മുറിയുന്നുണ്ടായിരുന്നു. സൈനബ് അവനെ ചേർത്ത് പിടിച്ചു. ഉള്ളിലൊതുക്കിയ എല്ലാ വേദനയും ഒരു പൊട്ടിക്കരച്ചിലായി ഗിരിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകി. അവനെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അന്ന് 2 മരണങ്ങളാണ് സംഭവിച്ചത്. ഒന്ന് വേണുവിന്റെ, 2 ഗിരിയുടെ മനസ്സിൽ സുജാതയുടെയും. അതിനുശേഷം ഗിരി അവരോട് മിണ്ടിയിട്ടില്ല. സുജാത പലതവണ ശ്രമിച്ചപ്പോഴൊക്കെ അവൻ സ്വയം വേദനിപ്പിച്ച് പ്രതിഷേധം അറിയിക്കും. മുഷ്ടിയുരുട്ടി ആഞ്ഞടിച്ച് സുജാതയുടെയും വേണുവിന്റെയും ഫ്രെയിം ചെയ്ത വിവാഹ ഫോട്ടോ തകർത്താണ് അവസാനമായി ഗിരി അമ്മയുള്ള ദേഷ്യം തീർത്ത്. ചോരയൊലിക്കുന്ന കൈയുമായി നിൽക്കുന്ന അവനെ തൊടാനുള്ള ധൈര്യം പോലും അവർക്കുണ്ടായില്ല. അന്നത്തോടെ സുജാത പിന്മാറി. ഒരു വീട്ടിൽ അപരിചിതരായി കഴിയാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഇന്ന് രണ്ടാൾ അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. രാവേറെയായിട്ടും ഉറക്കം വരാതെ ഗിരി എഴുന്നേറ്റ് ജനൽപ്പാടുകൾ തുറന്ന് പുറത്തേക്ക് നോക്കി. നേർത്ത നിലാവെളിച്ചമുണ്ട്. തെക്കേ തൊഴിൽ അച്ഛനെ ദയിപ്പിച്ച സ്ഥലത്ത് നട്ട തെങ്ങ് കുറച്ചുകൂടി വലുതായ പോലെ കാറ്റിൽ അതിന്റെ ഓലകൾ പതിയെ ചലിക്കുന്നു.
+2 ചേരാനാ സൈന്യത്തെയും മറ്റുള്ളവരൊക്കെ പറയുന്ന അച്ഛാ. പക്ഷേ എനിക്ക് പഠിക്കാനൊന്നും തോന്നുന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയാലോ അച്ഛാ? എനിക്കിവിടെ മടുത്തു. അവൻ പതിയെ പറഞ്ഞു. എനിക്ക് ഈ നാട്ടിൽ ആരാ ഉള്ളത്? ഇവിടെ ജീവിക്കാൻ യാതൊരു കാരണവുമില്ലല്ലോ. തണുത്ത കാറ്റ് അവനെ തഴുകി. പതിയെ അവൻ ബെഡിലേക്ക് കിടന്ന് കണ്ണുകൾ അടച്ചു. ആ നിമിഷമാണ് അമൃതയുടെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തിയത്. 1 വർഷമായി ആ പെൺകുട്ടിയെ പരിചയപ്പെട്ടിട്ട് നല്ലൊരു സൗഹൃദം അവർക്കിടയിലുണ്ട്. വൈകിട്ട് എന്ന് അവൻ അമ്പലത്തിൽ ജോലിക്കെത്തുന്ന സമയത്ത് അവൾ അവിടേക്ക് വരും. കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കും. കുമാരനത് അറിയാമായിരുന്നെങ്കിലും അവള് വിലക്കിയില്ല. പക്ഷെ അഭിഷേക് പലപ്പോഴും വഴക്കിടും. നീ എന്നേടെ അവന്റെ പിന്നാലെ നടക്കുന്നത്? നിനക്ക് പെൺകുട്ടിയോടൊപ്പം കളിക്കാൻ പോയ പോരെ? ഏട്ടന് അതിനെന്താ പ്രശ്നം? അവളും വിട്ടുകൊടുത്തില്ല. ഞാൻ ഗിരിയേട്ടനോട് ഇനിയും മിണ്ടും. ഏട്ടൻ കൂട്ടുകാരോടൊപ്പം പോകുമ്പോൾ ഞാനെന്തെങ്കിലും പറയാറുണ്ടോ? ഞാൻ പോകുന്ന ആൺകുട്ടികളോടൊപ്പാ, അല്ല പെൺപിള്ളേരുടെ കൂടെയല്ല. അഭിഷേക് കുമാരന്റെ നേരെ തിരിഞ്ഞു. അച്ഛനൊന്നും പറയാനില്ലേ? എന്ത് പറയാനാടാ? ഇവളെ എനിക്കറിയാം, വേണുവിന്റെ മോനെ എനിക്കറിയാം. നീ വെറുതെ മെക്കിട്ട് കയറണ്ട. എന്നാ പിന്നെ അവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. അബി, നീ എന്റെ അച്ഛനാവും വരല്ലേ അടിച്ചു മോന്ത വിളിക്കും ഞാൻ. കുമാരന് ദേഷ്യം വന്നു. നിന്നെക്കാൾ 1 വയസ്സ് മാത്രമേ അവന് കൂടുതലുള്ളൂ. എന്നിട്ടും സ്വന്തം ചെലവുള്ള പൈസ ഈ പ്രായത്തിൽ തന്നെ അവൻ സമ്പാദിക്കുന്നുണ്ട്. അല്ലാതെ വെറുതെ കളിച്ചടക്കല്ല. ഭക്ഷണം കഴിച്ച പാത്രം പോലും കഴുകാത്ത നീയാണോടാ അവന് കുറ്റം പറയുന്നത്? മതി കുമാരേട്ടാ. സുമതി ഇടപെട്ടു. കൈക്കുഞ്ഞായ അർജുനെ തോളിൽ കിടത്തി ഉറക്കിയായിരുന്നവർ. ആർക്കോ വേണ്ടി എന്തിനാ വെറുതെ വഴക്കിടുന്നേ? സുമേ, അമ്മു ആ കുട്ടിയോട് സംസാരിക്കുന്നതിന് ഇവരെന്താ പ്രശ്നം? കല്യാണപ്രായ പെണ്ണൊന്നല്ലല്ലോ, പിള്ളേരല്ലേ. അതുകൊണ്ട് മേലാൽ ഈ വിഷയത്തിൽ ഒരു ചർച്ച വേണ്ട, കേട്ടല്ലോ? അന്ത്യശാസനം പോലെ കുമാരൻ പറഞ്ഞു. അതോടെ അഭിഷേക് നിർത്തിയെങ്കിലും ഗിരിയോടുള്ള അവന്റെ ദേഷ്യം അധികമായി. അമൃത അതൊന്നും കാര്യാക്കിയില്ല. ഗിരിയേട്ടനെ കാണുന്നതും സംസാരിക്കുന്നതും അവൾക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു. സ്കൂളിലെയും വീട്ടിലെയും വിശേഷങ്ങളൊന്നും പങ്കുവച്ചില്ലെങ്കിൽ അവൾക്ക് സമാധാനം കിട്ടില്ല. തൻ്റെതായ ലോകത്ത് ജീവിക്കുന്ന ഏട്ടനും അനിയൻ ജനിച്ച ശേഷം അവനിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയ അമ്മയും ഭാര്യയെയും 3 മക്കളെയും പോറ്റാൻ രാപ്പകൽ കഷ്ടപ്പെടുന്ന അച്ഛനടങ്ങിയ ആ കുടുംബത്തിൽ അവളെ കേൾക്കാനുള്ള സമയം ചെലവഴിക്കാൻ ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. ഗിരി അവളുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കേൾക്കുകയും ഉപദേശിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തു. അവനും അമൃത വലിയൊരു ആശ്വാസമായിരുന്നു. അച്ഛന് ശേഷം തന്നെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് അവന് തോന്നിയത് അവളെയാണ്. വായാടിയായ ഒരു കൊച്ചു പെണ്ണിന് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ എന്നത് അവനെ സംബന്ധിച്ച അത്ഭുതം തന്നെയായിരുന്നു. ജോലിയില്ലാത്ത ദിവസങ്ങളിൽ വൈകിട്ട് കുമാരനും അമൃതയുടെ കൂടെ അമ്പലത്തിനടുത്തേക്ക് വരും. അയാളുടെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാവാറുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന ആൽത്തറയിൽ നിന്ന് സംസാരിക്കുമ്പോൾ അമൃതയും ഗിരിയും കുളത്തിന്റെ പടവിലിരുന്ന് വെറുതെ ഓരോന്ന് പറയും. പക്ഷെ ഒരിക്കൽ പോലും അവൾ അമ്മയെക്കുറിച്ച് ചോദിക്കാറില്ല. അതവന് വേദനിപ്പിക്കുമെന്ന് അവൾക്കറിയാം. +2 കഴിഞ്ഞോടെ ഗിരി കുമാരന്റെ കൂടെ ലോറിയിൽ ജോലിക്ക് പോയി തുടങ്ങി. അവനെ പിന്തിരിപ്പിക്കാനും പഠനം തുടരാനും കുമാരൻ നിർബന്ധിച്ചതാണ്. പക്ഷേ ഗിരി വഴങ്ങിയില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല കുമാരേട്ടാ. +2 വരെ പഠിച്ചതിന് അച്ഛനോർത്ത് മാത്രമോ. എനിക്കൊരു സ്ഥിര വരുമാനം വേണം. അതിൻ്റെ ഒപ്പം ലൈസൻസ് എടുക്കണം. എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച അൻവറിൻ്റെ വാപ്പ ഗൾഫിലാണ്. മൂപ്പരോട് പറഞ്ഞാൽ അവിടെ ജോലി ശരിയായി തരും. പക്ഷേ വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ. അവിടെ ഡ്രൈവർമാർക്കൊക്കെ നല്ല ചാൻസ് ആണെന്ന് അൻവർ പറയുന്നു, പ്രത്യേകിച്ച് AV ലൈസൻസ് ഉള്ളവർക്ക്. നിനക്ക് നാട് വിട്ട് പോകണമെന്നെന്താ മോനെ ഇത്രയ്ക്ക് നിർബന്ധം? അവൻ തലവിനിച്ചു. പിന്നെ അയാളെ നോക്കി. ആ സ്ത്രീകളെ വീട്ടിൽ ശ്വാസം മുട്ട കുമാരേട്ടാ. എത്ര കാലമായി ഇങ്ങനെ? കുമാരൻ അവൻ്റെ ചുമലിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഗിരി, പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ലെന്നറിയാം. എന്നാലും സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിച്ചു. അതിൻ്റെ പേരിൽ ഇത്രയും വർഷങ്ങൾ നീ സുജാതയെ അവഗണിച്ചില്ലേ? ഇനി മതിയടാ. വീണു മരിച്ചില്ല അവർക്കും വിഷമമുണ്ടാവും. അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാ. തെറ്റ് പറ്റാത്ത മനുഷ്യരുണ്ടാടാ. അവരെ കാണുമ്പോഴേക്കും ഉമ്മറത്ത് വെള്ളം ഒപ്പിച്ചെടുത്തിയ അച്ഛനെയാ ഓർമ്മ വരുന്നത്. അത് മാറണമെങ്കിൽ ഒന്നുകിൽ അവർ മരിക്കണം, അല്ലെങ്കിൽ ഞാൻ. രണ്ടിലൊരാൾ മരിക്കണം. കുമാരേണ്ണനെ കൂടെ കൂട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ ആരോടും ചോദിച്ചോളാം. ഏയ് വേണ്ടടാ, ഇനി ഞാൻ നിന്നോട് ഇതിനെക്കുറിച്ച് മിണ്ടില്ല, പോരെ? അവൻ സന്തോഷത്തോടെ തലയാട്ടി. അടുത്ത ദിവസം മുതൽ കുമാരന്റെ ലോറിയിൽ അവൻ കിളിയായി പോയി തുടങ്ങി. ചെങ്കലിലായിരുന്നു മിക്കവാറും ലോഡ്, പിന്നെ മണലും. വൈകുന്നേരങ്ങളിൽ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കുമാരൻ അവനെ കുറച്ചായി ഡ്രൈവിംഗ് പഠിപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അവൻ പഠിച്ചെടുക്കുകയും ചെയ്തു. 18 തികഞ്ഞപ്പോൾ ലൈറ്റ് ലൈസൻസും അതിനുശേഷം ഹെവി അവൻ എടുത്തു. താൻ ആഗ്രഹിച്ച് നേടുന്നതിന് വേണ്ടിയുള്ള അവന്റെ പരിശ്രമം പലപ്പോഴും കുമാരനെ അമ്പരപ്പിച്ചു. ഗൾഫിൽ പോകുന്നവരെ തന്റെ കൂട്ടുകാരന്റെ ലോറിയിൽ ഡ്രൈവറായി അയാൾ ജോലി വാങ്ങിക്കൊടുത്തു. ആ സമയത്ത് അമൃതയുമായുള്ള കൂടിക്കാഴ്ചകൾ കുറവായിരുന്നു. എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഗിരി അതിനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കും. തിരക്കിനിടയിലും അമൃതയ്ക്ക് വേണ്ടി അവൻ കഥകളും കവിതകളും എഴുതി. അച്ഛന് ശേഷം അമൃതയും കുമാരനുമായിരുന്നു അവനെ പ്രോത്സാഹിപ്പിച്ച്. അവൻ എഴുതി ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ സ്കൂളിൽ അവതരിപ്പിച്ച അമൃത പലതവണ കയ്യടി നേടി. ഗൾഫിലേക്ക് പോകാനുള്ള ഗിരിയുടെ ആഗ്രഹം പലതവണ ഓരോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിയപ്പോൾ അവനൊരു നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഡ്രൈവറായി ജോലി തുടങ്ങി. അതോടെ തിരക്കുകളും വർദ്ധിച്ചു. ഗിരിയേട്ടന് ഇപ്പം എന്നോട് മിണ്ടാൻ പോലും സമയമില്ല.
ഒരു സായാഹ്നത്തിൽ അമ്പലത്തിലെ ചെമ്പച്ചോട്ടിൽ വെച്ച് അമൃത പരിഭവത്തോട് അവനോട് പറഞ്ഞു, അച്ഛൻ്റെ ഫോണിൽ നിന്ന് ഞാൻ എത്ര തവണ വിളിച്ചു, ഒന്നും എടുക്കാൻ പോലും തോന്നിയില്ലല്ലോ. ഞാൻ ഗോവയിലേക്ക് ലോഡ് കൊണ്ട് പോയതാമോ, തിരക്കിനിടയിൽ എടുക്കാൻ പറ്റിയില്ല, നീ ക്ഷമിക്ക്. അവൻ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട, എനിക്കറിയാം എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല, ഇപ്പൊ കുറെ പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ടല്ലോ. അവൾ മാറത്ത് കൈകൾ കെട്ടി മുഖം വീർപ്പിച്ച് നിന്നു. ഗിരി അവളെ ഇമശിമാതെ നോക്കി. പണ്ടത്തെ 5ാം ക്ലാസ്സുകാരിയല്ലേ ഇന്ന് അമൃത. 17 കഴിഞ്ഞ സുന്ദരിയായ ഒരു പെൺകുട്ടി. ആടെ ആഭരണങ്ങളും സമയങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു ദേവിയെ പോലെ തോന്നിക്കുന്ന പെണ്ണ്. വിടർന്ന വലിയ കണ്ണുകളും ഒറ്റക്കവിളിലെ നുണക്കുഴിയും ചുണ്ടിന് താഴെയുള്ള കാക്കാപ്പുള്ളിയും ആ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്നു. നെറ്റിയിലേക്ക് വീണ് കിടന്ന മുടിഴകൾ ഒതുക്കി വെക്കാൻ ഉള്ളം കൊതിച്ചെങ്കിലും ഗിരി അതടക്കി. പാടില്ല. അമ്മു, അവൻ പതിയെ വിളിച്ചു. ഉത്തരമില്ല. അമ്മൂസേ. എന്താ? ഇച്ചിരി ദേഷ്യത്തോടെയാണ് ചോദ്യം. സോറി. എന്തിനായിരുന്നു ഫോൺ ചെയ്ത്? അറിഞ്ഞിട്ട് എന്തിനാ? സോറി പറഞ്ഞില്ലേ, അതുവിട്, നീ കാര്യം പറ. ഞാനിപ്പോൾ എത്രയിലാണ് പഠിക്കുന്ന ഗിരിയേട്ടനെ അറിയോ? അന്ന് ചോദ്യമാടി. +2 കഴിഞ്ഞ് റിസൾട്ടും വന്നു. ഫസ്റ്റ് ക്ലാസ്സിൽ നീ ലഡു വാങ്ങിച്ചെന്നല്ലോ. ഭാഗ്യം, മറന്നില്ലല്ലോ. ഇനി അടുത്ത് ഏത് കോഴ്സാണ് ചെയ്യണമെന്ന് ചോദിക്കാനാണ് വിളിച്ചത്. അത് ഞാനാണോ തീരുമാനിക്കേണ്ടത്? അമൃത ദേഷ്യത്തോടെ അവനെ നോക്കി. അല്ല, എൻ്റെ തെറ്റാ, വിട്ടേക്ക്, ഞാൻ പോട്ടെ. അവൾ തിരിഞ്ഞടന്നു. വേണമെങ്കിലേ അമ്മു, എന്ത് പറ്റിയിടി നിനക്ക്? ഒന്നുമില്ല. പറവണ്ണേ. അവൾ ഗിരിയുടെ അടുത്തേക്ക് വന്നു. പഠിച്ചിട്ട് തലയിൽ കയറായിട്ടും ഗിരിയേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത്. അന്ന് വേറെ എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ. അമ്മു മോളെ, ഞാൻ തോറ്റവനാ, നീ എനിക്ക് വേണ്ടി ജയിച്ച് കാണിക്കണം. നിന്റെ അച്ഛനും എനിക്ക് നിന്നെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷയുണ്ടെന്നൊക്കെ. അത് സത്യോ? അച്ഛൻ പോലും എൻ്റെ ഇഷ്ടത്തിന് വിട്ടതാ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പഠിച്ച് പാസ്സായി. അതിന് നിങ്ങൾ തന്ന സമ്മാനം ഈ വാച്ച്. അവൾ ഇടത് കൈ ഉയർത്തി കാട്ടി. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ അമ്മു? ഇനി എന്ത് ചെയ്യണം അത് പറ. എൻട്രൻസ് എക്സാം എഴുതുന്നോ? അത് വേണ്ട, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അമൃത കണ്ണിറുക്കി ചിരിച്ചു. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാൻ നോക്കല്ലേ ഗിരിയേട്ടാ, പെട്ടെന്ന് പഠിച്ച് ജോലി കിട്ടുന്ന വല്ലതും പറ. അതിപ്പോ ഞാനെന്താടി പറയാ? ഗിരി താടി ഉറിഞ്ഞുകൊണ്ട് ആലോചിച്ചു. നിനക്ക് എന്താവൻ ആഗ്രഹം? ഗിരിയേട്ടൻ്റെ ഇഷ്ടം. ഇത്തവണ ഗിരിക്ക് ദേഷ്യം വന്നു. എന്ത് ചോദിച്ചാലും എൻ്റെ ഇഷ്ടം. അപ്പൊ നിനക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നുമില്ലേ? അമൃത മിണ്ടിയില്ല, പക്ഷെ ആ കണ്ണുകൾ നിറഞ്ഞു. അമ്മു, ഞാൻ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. എല്ലാം ഗിരിയേട്ടനോട് ചോദിച്ചെന്ന് ശീലായിപ്പോയി, അതാ. നിഷ്കളങ്കമായ അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഗിരിക്ക് ഇടനെഞ്ചിലൊരു നോവ് പടർന്നു. ഇതിനു മാത്രം എന്ത് ബന്ധമാണ് തങ്ങൾക്കിടയിൽ എന്ന് അവൻ അറിയില്ലായിരുന്നു. ഇത്രയും വർഷങ്ങളായി തന്നോട് ചോദിക്കാതെ അവളൊന്നും ചെയ്യാറില്ല. വിഷമിക്കണ്ട, അവനെ ആശ്വസിപ്പിച്ചു. ഏത് കോഴ്സ് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. ഗിരിയേട്ടൻ എന്നെ ആരായി കാണാൻ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ പണ്ട് ഞാൻ സ്വപ്നം കണ്ട കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ബാലൻ ഡോക്ടറുടെ ആശുപത്രിയിൽ ഞാൻ പനി പിടിച്ചെടുക്കുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ നീ വന്ന്. പിന്നില്ലാതെ, ഞാനും അച്ഛനെ പറഞ്ഞ് കുറെ ചിരിച്ചതാ. കാര്യം സ്വപ്നമായിരുന്നെങ്കിലും നിന്റെ നേഴ്സിന്റെ യൂണിഫോം ഇട്ട് കാണാനെന്ന് ഞാൻ കൊതിച്ചിരുന്നു. സത്യാണോ? അതെ അമ്മു. എന്നാ നേഴ്സിംഗിന് ചേർന്നാലോ? കുമാരേട്ടനോട് സമ്മതം വാങ്ങണ്ടേ? അച്ഛനാ പറഞ്ഞ് ഗിരിയേട്ടനോട് അഭിപ്രായം ചോദിച്ചിട്ട് എന്ത് വേണം ചെയ്തോന്ന്. അതെന്താ, നിന്നെനിക്ക് കെട്ടിച്ചേരാനുള്ള പ്ലാൻ ഉണ്ടോ മൂപ്പർക്ക്? അമൃതയുടെ കവിളുകൾ ചുവന്നു. ഉണ്ടാവും. നാളത്തോടെ പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞോടി. രണ്ടുപേരുടെ മനസ്സിലും എന്നോ ഒരു ഇഷ്ടം മുളവൊട്ടിയിരുന്നു. ജീവിതയാത്രക്കിടയിൽ അവർ പോലും അറിയാതെ ഉടലെടുത്ത ഒരു പ്രണയം. പക്ഷെ ഒരിക്കലും അതിനെക്കുറിച്ച് അവർ സംസാരിച്ചിട്ടില്ല. എന്നാൽ ഒരിക്കലും നഷ്ടപ്പെടുന്നത് താങ്ങാൻ പറ്റാത്തത്ര ആഴത്തിൽ ആ ഇഷ്ടം വേരൂന്നിയിരുന്നു. അമൃതയുടെ മുടികളിൽ നിന്ന് നിലത്ത് വീണ തുളസി കതിർ ഗിരി ശ്രദ്ധാപൂർവ്വം എടുത്തു. പിന്നെ അത് ചുണ്ടോട് ചേർത്തു. ചെമ്പകമരം അവന്റെ മേലെ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടിരുന്നു. നഴ്സിംഗിന് പഠിക്കാനുള്ള അമൃതയുടെ തീരുമാനത്തെ അഭിഷേക് ശക്തമായി എതിർത്തു. ഇവൾക്ക് വട്ട, വേറെന്തെങ്കിലും കോഴ്സ് ഉണ്ട്? അല്ല, കാശ് എത്രയാന്ന് വല്ലതും അറിഞ്ഞിട്ടാണോ? അച്ഛൻ ഇവിടെ താളത്തിന് തുള്ളുന്ന കാണുമ്പോഴാ എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. കുമാരൻ പതിപോലെ ചിരിച്ചു. വല്ലാതെ ചൊറിയുന്നുണ്ടെങ്കിൽ നന്നായി തേച്ചൊരച്ചൊന്ന് കുളിക്കുക, മാറിക്കോളും. പിന്നെ കാശിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. പൊന്നുമോനെ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നീ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയി കിട്ടുന്നുണ്ടെന്നല്ലല്ലോ ഈ കുടുംബം കഴിയുന്നത്. അതാ ഞാനും ചോദിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ മുതൽ ഞാൻ പണി പഠിക്കാൻ പോയി. ഇന്ന് രാജേന്ദ്ര വർക്ക്ഷോപ്പിലെ മെയിൻ പണിക്കാരനാ. ഇവിടെ അതുപോലെ വല്ല തയ്യലും പഠിക്കാൻ വിട്ടാൽ മതി. കല്യാണം കഴിഞ്ഞ് ഏതെങ്കിലും വീട്ടിൽ കഴിയുന്ന പെണ്ണിനെ കടമായി പഠിപ്പിക്കാൻ അച്ഛന് ഭ്രാന്തുണ്ടോ? അതെന്താടാ പെൺപിള്ളേര് പഠിച്ചാ? നീ മണ്ടനായതുകൊണ്ട് 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പഠിപ്പിക്കായിരുന്നല്ലോ. അബി, പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്നെ തന്തയാകാൻ വരേണ്ടെന്ന്. അഭിഷേക് ചവിട്ടി തുള്ളിക്കൊണ്ട് മുറിയിലേക്ക് പോയി. അവൻ പറഞ്ഞതിലും കാര്യമില്ലേക്ക് കുമാരേട്ടാ? സുമതി ചോദിച്ചു. ലോറി വാങ്ങിച്ചതിന്റെ കട ഇനിയും തീർന്നിട്ടില്ല. അതുപോലെ വീടിന്റെ ലോണ്, ഇവിടുത്തെ ചെലവുകൾ, ഇതിനിടയിൽ ഇവരുടെ പഠിപ്പൊരു ബാധ്യതയല്ലേ? അച്ഛൻ ആലോചിക്കുന്ന കണ്ടപ്പോൾ നേരിയ ഭയത്തോടെയും പ്രത്യാശയോടെയും അമൃത മുഖത്തേക്ക് നോക്കി നിന്നു. കുമാരൻ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് നിലത്തേക്ക് ഉടഞ്ഞിട്ടു. ഏതാനും 10 രൂപ നോട്ടുകളും 4-5 നാണയങ്ങളും നിലത്തേക്ക് വീണു. ഇത്രയും കാലം ഞാൻ ജോലി ചെയ്തിട്ട് എന്റെ സമ്പാദ്യത
പിന്നെ കുറെ കടങ്ങളും. ഈ കുടുംബം ഇവിടെ വരെ എത്തിക്കാൻ ആരുടെയും സഹായം ഉണ്ടായിരുന്നില്ല. ഞാൻ തനിച്ചായിരുന്നു. അതിൽ സങ്കടവും തോന്നിയിട്ടില്ല. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയല്ലേ ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം മാത്രമായിരുന്നു കൂടെ. അതിപ്പോഴും ഉണ്ട്. അതേ ആത്മവിശ്വാസത്തിൻ്റെ പുറത്താ ഞാൻ മോളുടെ ആഗ്രഹം പോലെ പഠിപ്പിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്ത്. ജീവനുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. പക്ഷെ സുമേ, നീ ഒന്നോർത്തോ, അവസാന കാലത്ത് നിനക്കൊരു തുള്ളി വെള്ളം തരാൻ എൻ്റെ മോള് മാത്രമേ ഉണ്ടാവൂ. അയാൾ പൈസ പേഴ്സിലേക്ക് തിരിച്ചിട്ടു. നിന്റെ മോൻ ജോലിക്ക് പോയിട്ട് ഇവിടെ എത്രയാ തരുന്നത് നിനക്കറിയാലോ. കിട്ടുന്ന അവന് കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കാൻ പോലും തികയുന്നില്ല. എനിക്ക് അവൻ്റെ ഒരു രൂപ പോലും വേണ്ടതാനും. ഇനി ഞാൻ 1 കിലോ മീൻ വാങ്ങിയതിൻ്റെ കണക്ക് നിന്നോട് പറയുന്നത് കേട്ടല്ലോ. ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അതുപോലെ അമ്മുവിൻ്റെ പഠിപ്പ് എൻ്റെ ഉത്തരവാദിത്ത. കുമാരൻ അകത്തേക്ക് നടന്നു. ഇവൻ്റെ ഒന്നും ചെലവിൽ ജീവിക്കാനുള്ള അവസ്ഥ എനിക്ക് ഉണ്ടാവില്ലെന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അയാൾ പിറുവിറുക്കുന്ന സുമതി കേട്ടു. നിനക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോടി? അവർ അമൃതയ്ക്ക് നേരെ തിരിഞ്ഞു. നിന്റെ താഴെ ഒരുത്തം വളരുന്നുണ്ട്. അവനെയും പഠിപ്പിക്കണം. കടത്തിന്റെ കാര്യം നോക്കണം. അച്ഛനെ കൊണ്ട് ഇങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണം. എനിക്ക് വേണ്ടി അച്ഛൻ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. പിന്നെ എനിക്കൊരു ജോലി കിട്ടിയാ എൻ്റെ അച്ഛനെ ഞാൻ ഇവിടെ അന്തസ്സായി നോക്കും. അമ്മ അതിൽ ഇടപെടണ്ട. അല്ലെങ്കിൽ അമ്മയ്ക്ക് ആൺമക്കളോടാ സ്നേഹം. അവൾ ദേഷ്യത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അങ്ങനെ ആഗ്രഹിച്ച പോലെ അമൃത നഴ്സിംഗിന് ചേർന്നു. കോളേജ് ദൂരെ ആയതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠനം. വീട്ടുകാരെയും ഗിരിയെയും കാണാൻ പറ്റാത്തുള്ള സങ്കടം ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് വേണ്ടിയാണല്ലോ താൻ ഈ വഴി തെരഞ്ഞെടുത്തെന്ന് സ്വയം ആശ്വസിച്ചു. ലീവ് കിട്ടുമ്പോൾ അവൾ നാട്ടിലേക്ക് വരും. അതുപോലെ ഇടയ്ക്ക് കുമാരനും ഗിരിയും അവളെ കാണാൻ പോവുകയും ചെയ്യും. നീയൊന്നും കഴിക്കാറില്ലേ? എന്ത് കോലായത്? ഒരിക്കൽ അവളെ കാണാൻ ചെന്ന ഗിരി ശാസന പോലെ ചോദിച്ചു. ഇവിടുത്തെ ഫുഡ് ശരിയാവുന്നില്ല ഗിരിയേട്ടാ. ഹോസ്റ്റലിൽ ഉണ്ടാക്കി കഴിക്കാനുള്ള പെർമിഷനും ഇല്ല. എന്ന് വെച്ച് പട്ടിണി കിടക്കണം? നല്ല ഹോട്ടലിൽ പോയി കഴിക്ക്. കാശിൻ്റെ കാര്യം ഓർത്താണെങ്കിൽ ഞാൻ തരാം. ഏയ്, അതൊന്നും വേണ്ട. അതെന്താ, ഞാൻ അന്യനാണോ? അതുകൊണ്ടല്ല. കുമാരേടനും പറയുന്നുണ്ട് നീ നന്നായി ക്ഷീണിച്ചെന്ന്. വഴക്കിടല്ലേ? ഇനി ഞാൻ മര്യാദക്ക് ഫുഡ് കഴിച്ചോളാം. അവൾ ചിരിയോടെ കൈകൂപ്പി. അവൻ കയ്യിലിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടി. ഇതെന്താ? തുറന്നു നോക്ക്. അമൃത അനുസരിച്ചു. ഒരു മൊബൈൽ ഫോണായിരുന്നത്. എന്തിനാ ഗിരിയേട്ട ഇതൊക്കെ? അവൾ സങ്കടത്തോടെ അവനെ നോക്കി. വീട്ടുകാരോട് സംസാരിക്കാൻ ഈ ഫ്രണ്ട്സിന്റെ ഫോൺ ചോദിക്കണ്ട. നിനക്കൊരെണ്ണമായി തരാൻ കുമാരേട്ടൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മൂപ്പർക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി ടൈറ്റായിപ്പോ. ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിക്കൊടുത്തോളാം. അഭിയേട്ടനെങ്ങനെ അറിഞ്ഞാൽ കൊല്ലും. അവനോട് പോകാൻ പറ. കുമാരേട്ടൻ്റെ കാര്യം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും ചെയ്യോ? അതെന്താ, നിനക്ക് സംശയമുണ്ടോ? എന്നെ കേട്ടാ പറഞ്ഞ അനുസരിക്കുമോ? അതോടെ ഗിരിയുടെ മുഖഭാവം മാറി. അവൻ പരിങ്ങുന്നുണ്ടപ്പോൾ അമൃത ചിരി കടിച്ചമർത്തി. എന്തേ, മറുപടിയില്ലേ? പെണ്ണ് നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. അവൻ ദേഷ്യം അഭിനയിച്ചു. ഞാൻ പോട്ടെ. എൻ്റെ വീട്ടുകാരെ മാത്രം വിളിച്ചാൽ മതിയോ? ഗിരിയേട്ടനെ വിളിക്കണ്ടേ? അതിൽ നിന്റെ അച്ഛൻ്റെ എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് പുഞ്ചിരിച്ച് അവർ റോഡിലേക്ക് ഇറങ്ങി നടന്നു. പുറകെ ഓടിച്ചെന്നൊന്ന് കെട്ടിപ്പിടിക്കാൻ അമൃതയ്ക്ക് തോന്നി. ആ മനുഷ്യൻ തന്നെ എല്ലാമാണ്. അച്ഛന് ശേഷം തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ വ്യക്തി. ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും അച്ഛൻ തരുന്ന പൈസ ഗിരിയേട്ടനോട് കടം വാങ്ങിയാണെന്ന് അവൾക്കറിയാം. തിരിച്ചു കൊടുത്താലും അവൻ സ്വീകരിക്കാറില്ല. നീ പഠിച്ച് ജോലി കിട്ടിയ ശേഷം നിന്റെ ശമ്പളത്തിൽ നിന്ന് കൊടുത്താൽ മതി എന്നാ മോളെ ഗിരി പറയുന്നു. പാവം, അവന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഒരിക്കൽ അച്ഛൻ പറഞ്ഞ അവൾക്ക് ഓർമ്മ വന്നു. മോളോട് ചോദിക്കുന്നോണ്ട് വേറൊന്നും തോന്നരുത്. നീ എപ്പോഴും പറയാറുണ്ടല്ലോ അച്ഛൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. അതുകൊണ്ടാ. അച്ഛൻ ചോദിച്ചോ? നിങ്ങൾ തമ്മിൽ വേറെ വല്ല അടുപ്പമുണ്ടോ? അഭി വീട്ടിലിപ്പോൾ വഴക്കുണ്ടാക്കുന്ന ഗിരി നിന്നെ കാണാൻ ഇവിടേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ. അച്ഛനിക്കാരും ഗിരിയേട്ടനോട് ചോദിച്ചിരുന്നു. അവൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. നീ ദേവതയാണെന്നും മാലാഖയാണെന്നും നിന്നെ സ്വപ്നം കാണാനുള്ള യോഗ്യതയില്ലെന്നൊക്കെ. പക്ഷേ അവൻ നിന്റെ കാര്യത്തിൽ കാണിക്കുന്ന കരുതലും സ്നേഹവും ആത്മാർത്ഥമായിട്ടാണെന്ന് അറിയാം. മോള് പറ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഗിരിയേട്ടനെ. പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ എനിക്കിതുവരെ ആ മനസ്സിലെന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പഠിച്ച് ജോലി വാങ്ങുന്നത് നിങ്ങൾ രണ്ടാളും ജയിപ്പിക്കാനാ. അവളുടെ സ്വരമിടറിയപ്പോൾ കുമാരൻ ചേർത്ത് പിടിച്ചു. ഏയ്, വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. എന്നെങ്കിലും നിങ്ങൾ രണ്ടാൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്താ ആരൊക്കെ എതിർത്താലും ഞാൻ കൂടെ നിൽക്കും. അക്കാര്യത്തിൽ അവൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ ഗിരിയോട് അങ്ങോട്ട് പ്രണയാഭ്യർത്ഥന നടത്തിയാൽ ചീത്ത വിളി കേൾക്കും. ആദ്യം ജോലി, അതിനുശേഷം ബാക്കി. അവൾ ആ മൊബൈൽ മാറോട് ചേർത്തു. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. കാലവർഷം കലിതുള്ളി പെയ്തുകൊണ്ടിരുന്ന ഒരു സായാഹ്നം. ഹോസ്റ്റലിലെ ബെഡിൽ നിന്ന് പഠിക്കായിരുന്നു അമൃത. റൂംമേറ്റ് സാബിറ അവിടെ എത്തി. നീ എന്താണ് ന്യൂസ് കാണാൻ വരാഞ്ഞ്? സാബിറ ചോദിച്ചു. ഓ, ദിവസം 1 മണിക്കൂർ TV ആണുള്ള ഔദാര്യം എനിക്ക് വേണ്ട. ശനിയാഴ്ച വീട്ടിൽ പോയിട്ട് ഞാൻ നീണ്ടു നിവർത്തി നിന്ന് കണ്ടോളാം. എടി, വാർത്ത കണ്ട ലോകവിവരം കിട്ടും.
അത്രയ്ക്ക് വിവരം എനിക്ക് വേണ്ട എൻ്റെ പൊന്ന് സാബി. ഇതിന്ന് പഠിച്ചു തീർത്തില്ലെങ്കിൽ നാളെ ആ തള്ളിയുടെ വായിന്ന് തെറി കേൾക്കേണ്ടി വരും. സാബിറ തന്റെ ബെഡിലേക്ക് കയറിക്കണമെന്ന്. എടി, നിന്റെ നാട്ടിലെങ്ങാണ്ട് വെള്ളക്കെട്ടിലേക്ക് വണ്ടി മറിഞ്ഞത് ന്യൂസിൽ കണ്ടല്ലോ. എൻ്റെ നാട്ടിലോ? അമൃത ചോദിച്ചു. അതെ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലായിരുന്നു. അതിനിടയ്ക്ക് ആ സംഗീത ചാനൽ മാറ്റി. അച്ഛനോട് ചോദിച്ചു നോക്കട്ടെ. അവൾ ഏന്തി വലിഞ്ഞ് ചാർജിനിട്ട മൊബൈലെടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് കുമാരന്റെ നമ്പറിലേക്ക് വിളിച്ചു. ലൈൻ പോകുന്നുണ്ടായിരുന്നു. പലതവണ ശ്രമിച്ചിട്ടും കിട്ടാതായപ്പോൾ ഗിരിയെ വിളിച്ചു. ബെല്ലടിച്ചെങ്കിലും അവനും എടുത്തില്ല. അമൃത രണ്ടാളുടെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴവൾ അറിഞ്ഞിരുന്നില്ല കോറിയിലെ വെള്ളക്കെട്ടിലേക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ ലോറി തൻ്റെ അച്ഛൻ്റെ ആയിരുന്നു എന്ന്. പിന്നീട് ഗിരിയുടെയും അമൃതയുടെയും ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? കാത്തിരിക്കാം. ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.